സാറേ വേഗം വാ സാറേ, അല്ലെങ്കിൽ അകത്ത് നിന്ന് പൂട്ടിയിരിക്കുക. കുട്ടിയെ തട്ടിപ്പോയെന്നാ തോന്നുന്നു. ചതിച്ചല്ലോ സാറ്. നിങ്ങളൊന്ന് പുറത്തേക്ക് വന്നേ. സാറന്മാരങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കില്ലേ? ഈ നാട്ടിൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അതിന്റെ പിന്നിൽ നിങ്ങളെപ്പോൾ 1-2 VIPs എങ്കിലും കാണും. പക്ഷെ കേസും കൂട്ടും വരുമ്പോ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി തന്നെ നാഴികയ്ക്ക് 40 വട്ടം മൊഴിമാറ്റി പറയും. ഏതായാലും ഈ കേസിൽ അതിനൊരു സ്കോപ്പില്ല. മൊഴിമാറ്റി പറയാൻ ഈ പെൺകുട്ടിക്ക് ജീവനില്ലല്ലോ. മതി, ഞങ്ങൾ ഇവിടെ ഉള്ളത് വാച്ചർ ശിവൻകുട്ടിക്ക് മാത്രമേ അറിയൂ. പിന്നെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതെനിക്ക് അറിഞ്ഞൂടെ? നിങ്ങളിത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ. പത്രക്കാരെ വിളിച്ച് ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അവർക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി. പിന്നെ നിങ്ങളെ രാജകീയമായി ആനയിച്ചുകൊണ്ടുള്ള സർക്കാർ വണ്ടിയും ഇപ്പോഴും എത്തും. അത് മുൻകൂട്ടി അറിയിക്കാനാ ഞാൻ നേരത്തെ വന്നത്. നീ അല്പം നേരത്തെ പോകുന്നതാ ഞങ്ങൾക്കും നല്ലത്. പട്ടി വേണ്ട സാറ്, വേണ്ട. എന്നെ ഒന്ന് തുറന്നു വിടാൻ സാറ്. എന്നെ ചതിക്കില്ല സാറ്, വേണ്ട. ഞാൻ ആരോടൊന്നും പറയില്ല സാറ്. വേണ്ട സാറ്, വേണ്ടെന്നല്ലേ പറഞ്ഞു. എന്നെ ഒന്ന് തുറന്നു വിടാൻ. വേണ്ട സാറ്, വേണ്ട. തുറന്നു വിടാൻ. ₹500 മേലിൽ ഒരു നയാ പൈസ ഞാൻ തരില്ല. അല്ലെങ്കിൽ തന്നെ ഈ സർക്കാരിന്റെ വാറ്റും കറണ്ട് ബില്ലും കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അതിനിടയിലാണ് നിങ്ങളുടെ ഒരു സമ്മേളന പിരിവ്. ഓഹോ, അപ്പൊ കാര്യങ്ങൾ അങ്ങനെയാണ്. എങ്കിൽ നീ നേരെ ചെന്ന് ജമാലിക്കയോട് പറയും. ഓനെന്താ പ്രശ്നം? എന്താ മുനീറെ, സഖാക്കന്മാര് വന്നാ മാത്രമേ പിരിവ് കൊടുക്കുന്നുണ്ടോ? അതല്ല എന്റെ ജമാലെ,
ഒരു ദിവസം വെളുത്ത പിരിവാർ എത്ര വരണം എന്നറിയോ? ഇങ്ങനെ വരണോർക്കും പോണോർക്കും കൊടുക്കാനുള്ള വകുപ്പ് ഇപ്പൊ ഞമ്മക്കില്ല. ഇനിയിപ്പൊ അഥവാ രൂപ കൊടുക്കാന്ന് വെച്ചാലും ഇവിടെ വ്യാപാരി വ്യവസായിന്റെ സംഘടന പറയാണ്ട് കൊടുക്കണ്ടെന്നാ തീരുമാനം. പിന്നെ കാര്യങ്ങളൊന്നും പഴയതുപോലെ അല്ലല്ലോ. ഇവിടെ സെയിൽ ടാക്സുകാര് കയറി ഇറങ്ങിയപ്പോ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞമ്മന്റെ ബാപ്പാന്റെ കാൽക്ക വീണ് കരഞ്ഞില്ലേ? അപ്പൊ എവിടെയായിരുന്നു നിന്റെ സംഘടനയുടെ ആൾക്കാരും? വേണ്ട ജമാലെ, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം വേണ്ട. എത്ര വെച്ചാ എഴുതി എടുത്തോ, ഇപ്പൊ എന്റെ കയ്യിലില്ല. വൈകിട്ട് എന്റെ വീട്ടിലെത്തിക്കാം. വേണ്ട, ഒരിക്കൽ തള്ളിപ്പറഞ്ഞ ഒരു നായിന്റെ മക്കളും പിന്നെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് കാലുത്തണ്ട. അയ്മതെ ഒരു 50,000 എഴുതിക്കോ. നമ്മുടെ മെക്കെട്ട് കയറാൻ നിന്ന അതെ, നമ്മുടെ പാർട്ടി സമ്മേളനത്തിന് ഒരു സംഭാവന വേണമായിരുന്നു. ഇതുവരെ ഒന്നും ഓടിയിട്ടില്ല. അത് നിങ്ങൾ ഈ ഓട്ടോറിക്ഷക്കാരുടെ സ്ഥിരം നമ്പറാ. അത് കളമാഷേ. പിന്നെ നിങ്ങൾ ഈ പോലീസൊക്കെ പിടിക്കുമ്പോ നമ്മൾ ഈ രാഷ്ട്രീയക്കാരിലുണ്ടാവും രക്ഷിക്കാൻ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സത്യമായിട്ട് ഒന്നും ഓടിയില്ല. വേണ്ട, ഇതുവരെ ഒന്നും ഓടണ്ട. പക്ഷെ ഇന്നലെ ഓടിക്കാണുമല്ലോ. ആ പോക്കലിലും തപ്പി നോക്കിയേ, വല്ലതും കാണാണ്ടിരിക്കില്ല. ഇല്ല, വേണ്ട മോനെ. അല്ലാ, ഇത് കുറച്ച് വലിയ കാന്തിയാണല്ലോ. മോക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി രാവിലെ പലിശക്കെടുത്ത പൈസ. അയ്മതെ, ഇക്കാന്റെ പേരിൽ 500 ഉറുപ്പ്യ എഴുതി. ഇല്ല, ഈ പൈസ ഞാൻ തരില്ല. മെനക്കെടുത്ത മാറോ. എന്റെ കാശ് തരാതെ ഞാൻ വിടില്ല. വിടില്ല, എന്റെ കാശ് തരാതെ ഞാൻ വിടില്ല. മലബാർ ഭരിക്കണ ബീരാൻകുട്ടി സാഹിബിന്റെ മോനെ തടയാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. പിന്നല്ലേ മുച്ചക്കർ ഓടിക്കണം. ആരടാ നായിന്റെ മോനെ? ആരാ നീ? നീ ഏത് അറാമ്പറന്ന വടപ്പായാലും നമ്മളോട് ഓർക്കല്ലേ. ഇത് ജമാല. നീ ആദ്യം നമ്മുടെ കാറിന്റെ ചില്ല് ഓടിച്ചതിന് സമാനം പറ. കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന പഴമൊഴി ജമാലെ, ഇപ്പൊ കൊടുക്കുന്നതിന് മുമ്പ് മലപ്പുറത്തും കിട്ടി തുടങ്ങുന്ന പുതുമൊഴി. നീ നിന്റെ കരുത്താ പാവത്തിനോട് കാണിച്ചില്ലേ? നീ എന്റെ മെടുക്കൊന്ന് കാണ്ടോ.
നായിന്റെ മോനെ, ഇനി നീ ഒരു പാവത്തിന്റെ മേലും കൈവെക്കരുത്. പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ കാശ് പാർട്ടി സമ്മേളനം എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിക്കുമ്പോ നിനക്കൊരു ഉളുപ്പുണ്ടാവില്ല എന്നറിയാം. ഈ രാഷ്ട്രീയ സംസ്കാരത്തിന് പട്ടാ പകല് നടുറോട്ടിലിട്ട് നിന്നെയും നിന്റെ നേതാക്കന്മാരെയും മണ്ണെണ്ണൊഴിച്ച് കത്തിക്കാൻ വേണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇത് ഞാനിങ്ങോട്ട് എടുക്ക. കണ്ണടയ്ക്ക മരുന്നിനും കൂടി ഇത് മതിയാവും. മോളെ ജമീലേ, ഇനി നീ കളിച്ച പരസഹായി ഇല്ലാതെ പരലോകത്തേക്ക് ഞാൻ പറപ്പിക്കും. മോനെ ജമാലേ, ഇനിയും നിനക്ക് കിട്ടിയത് പോരാന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. മൈ നെയിം ഈസ് രാവണൻ ഫ്രം ലങ്ക. ഇതുവരെ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. കണ്ണൂരിൽ നടന്ന വെട്ടും കുത്തും ആയതിനാൽ ഏത് സമയത്തും ഒരു ഹർത്താൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അവരെ ഇപ്പൊ തന്നെ കൊണ്ടുവയ്ക്കോ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ എങ്ങനെ പോയാലും വണ്ടി ഓടിയെത്താൻ മാക്സിമം ടൈം 5.5 മണിക്കൂർ മതി. അതുകൊണ്ട് പുലർച്ചെ പോയാൽ പോരെ. രാത്രിയിൽ എങ്ങനെയും ഹർത്താൽ പ്രഖ്യാപിച്ച സമരക്കാർ ആദ്യം കത്തിക്കുക KSRTC ബസ്സോ പോലീസ് ജീപ്പോ ആയിരിക്കും. നേരത്തിനും കാലത്തിനും പ്രതികളെ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോദ്യം ചെയ്യിക്കലും തൊപ്പി തെറിപ്പിക്കലും ഒക്കെ എന്റെ നേരെയാവും. ബന്ദിനെ ഹർത്താലിനെ എതിർക്കുന്ന കോടതിക്ക് ഇതിന്റെ പേരും പറഞ്ഞ് അവധി കൊടുക്കാൻ പറ്റില്ല. ഒരു ഭാഗ്യ പരീക്ഷണത്തിൽ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ മറ്റന്നാൾ മുതൽ ഒരു ബൈപ്പാസ് സർജറിക്ക് വേണ്ടി ജഡ്ജി രാഘവ മേനോൻ 3 മാസം ലീവില. അതുകൊണ്ട് എന്തായാലും വിധി നാളെ നടപ്പിലാവും. എറണാകുളത്ത് എത്തിയ പിള്ളേരെ സ്റ്റേഷനിൽ ഹാജരാക്കണം. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം. എന്നാ ചെല്ല്. സർ, ഏഴ് ചായ, അതിലൊന്ന് മധുരം കുറച്ച്. ശരി സാർ. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാ പറഞ്ഞോളിയും പിള്ളേരെ. ഒന്നും വേണ്ട സാർ. ഇപ്പോഴത്തെ യാത്ര ചതിക്കല്ലേ മക്കളെ. നിങ്ങളെ പോലെ 3 മക്കൾ എനിക്കുള്ളതാ. സോറി, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. തടയാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ശരിക്കും കൊലപാതകരാവേണ്ടി വരും. ഹലോ, എന്ത് കേസിന്റെ വിധി പറയുന്ന തന്നെ പ്രതികൾ രക്ഷപ്പെടാന്ന് പറഞ്ഞ എന്റെ നിന്റെയൊക്കെ തൊപ്പി വരെ തെറിക്കും. എനിക്കൊന്നും കേൾക്കണ്ട. എത്രയും പെട്ടെന്ന് അമ്മാരെ തപ്പിയെടുത്തേക്കാം. സർ, അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് സർ. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അരിച്ചു പെറുക്കി തപ്പുന്നുണ്ട്. ഇതുവരെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. യെസ് സർ. സർ, ഓക്കെ സർ. നാശം എവിടെ കൊണ്ട് വെച്ചിരിക്കാം. ഇവിടെ വെച്ചിരുന്ന ഫയൽ എന്ത് ചെയ്യേ? ഏത് ഫയൽ? ഇനിയിപ്പോ ഏത് ഫയലാന്ന് പറഞ്ഞാൽ കമ്പലായിട്ട് നോക്കൂ. ആവശ്യമുള്ള ഒരു സാധനം നേരത്തും കാലത്തും കിട്ടില്ല. അതെങ്ങനെ തന്തയുടെ സ്വഭാവം കാണിക്കായിരിക്കും. എന്താടോ? എന്ത്? എപ്പോ? ഓക്കെ,
ഞാൻ ഉടനെ എത്താം. ആ. ബോഡി എവിടെയാ? മുകളിലാണ്. ഇതിന് സാർ. ബോഡി ആദ്യം കണ്ടതാരാണ്? ജഡ്ജിയുടെ മകളാണ് സാർ. ആരെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ കസ്റ്റഡിയിൽ എടുത്താൽ. സാർ, സാർ, രാത്രി 3 പേർ ഓടിപ്പോകുന്ന കണ്ടുവന്ന് ജഡ്ജിയുടെ മകൻ മൊഴി തന്നിട്ടുണ്ട്. IG വരുന്നുണ്ട്. തൽക്കാലം റൂം സീൽ ചെയ്തേര്. ആരെ അകത്തേക്ക് കടത്തിവിടണ്ട, പ്രത്യേകിച്ച് ചാനലുകാരെ. സാർ, സർ, ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് ജീപ്പും റിവോൾവറും ജഡ്ജസ് അവന്യൂവിലെ സ്കൈലൈൻ ഫ്ലാറ്റിനടുത്ത് കിടക്കുന്നതായി മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് ഫോഴ്സിനെ അയച്ചോ? ഉവ്വ് സർ. ആറ്റിനാട് ഗോൾഡ് ഷോപ്പ്, തിരുവനന്തപുരം. കഴിഞ്ഞ വർഷത്തെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടയിൽ വെച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ട ഓൾ കേരള പീപ്പിൾസ് പാർട്ടി നേതാവും മുൻ മന്ത്രിയുമായ കൃഷ്ണകുമാറിന്റെ വധക്കേസിൽ ഇന്ന് വിധി പറയാനിരുന്ന ജസ്റ്റിസ് രാഘവ മേനോൻ പുലർച്ചെ സ്വവസതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇതിനിടയിൽ ഈ കേസിലെ പ്രതികളായ സണ്ണി കുര്യൻ, വിനോദ് കുമാർ, രാജീവ് വാര്യർ എന്നിവർ ഇന്ന് പുലർച്ചെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് രാഘവ് മേനോന്റെ കൊലപാതകത്തിന് പിന്നിലും രക്ഷപ്പെട്ട ഈ പ്രതികൾ തന്നെയാണെന്ന് പോലീസ് സംശയിക്കുന്നു. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട SI ജയപാലിനെയും 3 കോൺസ്റ്റബിൾമാരെയും അന്വേഷണ വിധേയമായി. നിന്റെ സ്റ്റുഡൻസ് കൊള്ളാലോ. എന്ത് നല്ല കുട്ടികളായിരുന്നു. എല്ലാവർക്കും അവരെ വലിയ കാര്യമായിരുന്നു. ഇന്ന് വരെ അവരെ കുറിച്ച് കോളേജിൽ നിന്നോ പുറത്തുനിന്നോ ഒരു ചെറിയ കംപ്ലൈന്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അത്രയും നല്ലവരായിരുന്നെങ്കിൽ ഇപ്പൊ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതോ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഇതിന് പിന്നിൽ എന്തൊക്കെ കളികൾ നടക്കുന്നുണ്ട്. പാവം കുട്ടികള്. ശരി സർ. കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞാണല്ലോ കിടക്കുന്നത്. നേതാക്കന്മാരും നിയമപാലകന്മാരും ഒക്കെ കൊല്ലപ്പെടുക എന്ന് വെച്ചാൽ അത് മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ? മുഖ്യമന്ത്രി ആയ അന്ന് തന്നെ തുടങ്ങിയ പ്രശ്നമാണ്. ഒരു സ്വസ്ഥത ആരും തരില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ആ പിള്ളേരെ കുറിച്ച് വല്ലതും അറിഞ്ഞോ? പിള്ളേരെ കിട്ടിയാലും ഈ കേസിനൊരു തുമ്പുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ 2 കൊലക്കേസിലും പ്രഥമദൃഷ്ടി അവർക്ക് ബന്ധമുണ്ടെങ്കിലും കൃഷ്ണകുമാർ വധക്കേസിന്റെ വിധിയിൽ ജഡ്ജി ഇവരെ വെറുതെ വിട്ടു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖം രക്ഷിക്കാൻ
വെറുതെ ഒരു അറസ്റ്റ് അത്രയാ പിള്ളേരെ കിട്ടിയാലും നടക്കൂ സാർ. കൊല ചെയ്യപ്പെട്ട രണ്ടുപേരും VIP-കളായതാണ് പ്രശ്നം. സാർ, പ്രതിപക്ഷത്തിന് ഇനിയൊരു അവസരം കൂടി കൊടുക്കരുത്. എത്രയും വേഗം യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കണം സാർ. അല്ലെങ്കിൽ നാളെ മുതൽ CBI എന്ന് പറഞ്ഞ് ബഹളം തുടങ്ങും. 2 തേങ്ങ കെട്ടാലും CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. എന്തായാലും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. സാർ. നിയമസഭയിൽ എനിക്ക് അതെങ്കിലും പറഞ്ഞു നിൽക്കാമല്ലോ. ശരി സാർ. ആ എവിടെ നിന്റെ സൈലൻസ്? സൈലൻസ് അല്ല സാർ, ലൈസൻസ്. സൈലന്റ് ആയിട്ട് ലൈസൻസ് സുന്ദരനസയോടാ കളി. ലൈസൻസ് എടുക്കാൻ മറന്നുപോയി സാർ. ലൈസൻസ് എടുക്കാൻ മറന്നുപോയി. എന്നാ പേപ്പർ? എന്ത് പേപ്പറാണ് സാർ? പേപ്പറിനെ കുറിച്ച് അറിയാൻ വയ്യതാണോ നീ വണ്ടി ഓടിക്കുന്നത്? കോൺസ്റ്റബിൾ സാറേ ഒന്ന് പറഞ്ഞു വിടേ. ഞാൻ കൈ കൊണ്ട് വിടൂല. മേല ലൈസൻസ് എടുക്കാൻ മറക്കരുത്. പോയി തോല. സാർ എന്റെ ലൈസൻസ് ഇല്ലാതെ ബാക്കിലൊരുത്ത് ബൈക്ക് പോലും ഇല്ലാതെ വരുന്നത്. ബൈക്കില്ലാതാണ് വണ്ടി ഓടിക്കുന്നത്. ഇന്ന് അവന്റെ ട്രൗസർ കയറും. സുന്ദരനസയോടാ കളി. നീ ഏതെല്ലാം വണ്ടി എടുത്തോണ്ട് പോ. ഇതെന്തോ സാധനം? സ്കൂട്ടർ തന്നെ. എന്താ സാർ? എന്തിനാ എന്റെ പേര്? സുന്ദരൻ. നിന്റെ പേര് ചോദിച്ചപ്പോ എന്റെ പേര് പറയണം. ഇന്നുവരെ ഈ സുന്ദരനേസയുടെ മുഖത്ത് നോക്കി ഒരു പൈലുകൾ എന്റെ പേര് വിളിച്ചിട്ടില്ലേട്ടാ. എന്റെ പേര് സുന്ദരനാ സാർ. ആണാ? ബുക്കും പേപ്പറോട് എൻസൈക്ലോപീഡിയ മതിയോ സാർ? അടിച്ചിട്ട് കവാനെ കുറ്റി പൊടിച്ചളെ. എനിക്ക് നിന്റെ സൈക്കിൾ പടി ലൈസൻസ്. ഒരു ബൈക്ക് പോലും ഇല്ലാത്ത എനിക്ക് എന്തിനാ സാർ ലൈസൻസ്? അപ്പൊ നിനക്ക് ബൈക്ക് കാലത്ത് എന്റെ സമയദോഷങ്ങളാണല്ലോ കയറി വരുന്നത്. എനിക്ക് ഈ കലിപ്പ് വരുന്നത്. നീ ആ വണ്ടിയൊക്കെ സൈഡാക്ക്. തള്ള ഇതെന്തൊരു? ആറഞ്ച്, ആപ്പിള്, പഴം, മുന്തിരി വർത്തമാനങ്ങൾ കേട്ടിട്ട് ശ്രീപപ്പനാവന്റെ മണ്ണാണെന്നുണ്ട് തന്നെ. ലൈസൻസ് എടുക്കി. അത് നിന്റെ ജീവിതത്തിന്റെ ലൈസൻസ്. മുന്തിയും തലയിൽ നടക്കണ എന്റെ ലൈസൻസ്. ഇത് പുളിക്കോടി. ഇത് എവിടുന്ന് പറയുന്നത്? ഇറങ്ങി വാ ചെല്ലി. എന്റെ ലൈസൻസ് പുല്ലൊന്നും പിന്നെന്താ ഇറങ്ങി വരാ വാട്ടം? ബുക്കും പേപ്പറൊക്കെ ശരി തന്നെ? എല്ലാം കറക്റ്റ് ആണ് സാർ. ഇതിലൊരു പേജ് കുറവുണ്ടല്ലോ. എല്ലാ പേജും ഉണ്ട് സാർ. ഒരു പേജ് കുറവുണ്ട്. അതേത് പേജ്? അതാണ് പ്രധാനപ്പെട്ട പേജ്. അതിനാണ് പെറ്റി. സാർ സാർ ശരി, ഇത് ഒഴിവാക്കാവുന്ന വയ്ക്കാം. വണ്ടിയാണെങ്കിൽ ഓവർ സ്പീഡും ഓവർ സാർ വണ്ടി നോർമൽ സ്പീഡിലാണ് വന്നത്. ശരി, വണ്ടിക്കകത്താണെങ്കിൽ ലോഡും ഇല്ല, കാലിയാ. ലോഡ് ഇല്ല, കാലിയാ. ലോറി എന്തിനെ? ലോഡ് കയറ്റുള്ളത്. നീ കേറ്റിയ? ഇല്ല. അതിനാണ് പെറ്റി. സാർ ഞാൻ ലോഡ് ഇറക്കിട്ട് വരുന്ന വഴിയാ. ലോഡ് ഇറക്കണ അട്ടിമറിക്കാരല്ലേ നീയാണ്. അതിനാണ് പെറ്റി. നിനക്ക് അടുത്ത ജംഗ്ഷനിൽ കുറച്ച് കായ് കളയേണ്ടി വരുമല്ലോടെ. അപ്പൊ എഴുതിക്കളെ. സാർ സാർ കൈ കൊണ്ട് വിടൂല. പോ. ഞാൻ പോട്ടെ സാറേ. പിന്നെ ഇവിടെ നില്ലേ. ഇതെന്ത്? ഇത് നായുമാ? പാർട്ടി കുറവാ. നീ ആരുടെ എന്റെ അടുത്ത് ന്യായം ചോദിക്കാൻ? ഇറങ്ങി മാറേ. മன்னிச்சிடுங்க சார், மன்னிச்சிடுங்க. മன்னிക്കാൻ தெரியாம பண்ணிட்டேன். ശരിയാവ പണിട്ട്. പോലീസ് സാറുണ്ടാണോ എന്റെ ന്യായം പറച്ചില്? ജീപ്പില് സാർ ഞാൻ ഒരു ഏഴை എന്നെ പേടിപ്പിച്ചാ പോതും. യാടിപ്പിക്കാൻ ഞങ്ങക്ക് വേറെ സ്ഥലമുണ്ട്. അവിടെ ചെല്ലുമ്പോ നീ പ്യാടിച്ചോളൂ. ഇപ്പൊ ജീപ്പിലെ യാറ്. എന്താ സാർ ജീവിപ്പിക്കാൻ? നിന്റെ ഊരെവിടെ? പൊള്ളാച്ചിതാണ്. എപ്പടി തെരിച്ചത്? നീ എന്തരടെ നട്ട് റോട്ടി വെച്ച് പറഞ്ഞത്? ഒന്ന് പ്യാടിപ്പിച്ച് വിട്ടാ മതിയെന്ന്. വിടാനോടെ. കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്യാടിക്കുന്ന സ്ഥലത്താണ് നീ ഇപ്പൊ നിൽക്കുന്നത്. അറിയാം? നിനക്ക് ആനെ പേടിയുണ്ടോടെ? സിംഹത്തിന് പേടിയുണ്ടോടെ? നിനക്ക് ശത്രുക്കളെ പേടിയുണ്ടോടെ? എനിക്ക് ശത്രുക്കളെ ആരുമേ ഇല്ല. അതെന്തില്ലാത്തത്? എല്ലാത്തെയും ചവിട്ടിക്കൊല പണിട്ടാ. ആരെയും പേടിയില്ലാത്ത ഇവനെ എങ്ങനെയാ സാറേ പേടിപ്പിക്കുന്നത്? പ്യാടിക്ക് എഴുത്തുകാരാ പ്യാടിക്കും. നിന്റെ പ്യാരെന്തരടെ? താമി. എന്തൊരു താമി? കന്തസ്വാമി. ആളെ കളിയാക്കണേ. പോലീസ് സ്റ്റേഷനിൽ പീഡനങ്ങൾ പാടില്ലെന്നാണ് IG യുടെ ഓർഡർ. അല്ലെങ്കിൽ പയലെ നിന്റെ ഹൗസിക്ക് ഞാൻ ചവിട്ടി ഇളക്കേനെ.
സത്യം പറയടാ. അങ്ങനെ ചോദിച്ചാലും നീ എരപ്പാളി സത്യം പറയില്ല സാറേ. കള്ള തിരുമാലിയല്ലേ ഇവൻ. സാറിന്റെ ഒറ്റമൂലി ഒന്ന് പ്രയോഗിക്കും സാറേ. ഇവൻ മണി പോലെ പറയും. നീ ആരുടെ തമിഴ് സിനിമയുടെ കമൽസന ഇതെന്തൊരു വീരമണ്ടി സ്റ്റൈലാ? ഇതെന്തൊരു ഒട്ടിപ്പാ? അപ്പോഴും തട്ടിപ്പ് വേണ്ടേ? നാട്ടുകാരെ വെട്ടിക്കാൻ വേണ്ടി നടക്കുന്നേ എഴുത്തുകാരാ. എവൻ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകളൊക്കെ ഇവന്റെ പേരിലുള്ള പറ്റില്ല എഴുതിയാലോ? വെരി കറക്റ്റ്. IPC 454 പാലാരിവട്ടം കൈപ്പറമ്പിൽ ജാസഫ് വക്കീലിന്റെ വീട്ടിലെ ഭവന ഭേദനാടാ പട്ടി. IPC 450 കേട്ടിക്കോ. പൂക്കാടുപടി തേവക്കലെ ആലിമുസ്ലിയാരുടെ വീട്ടിലെ കിടപ്പുമുറിയിലെ രാത്രിയിലെ സീൻ പിടുത്തം. ആലുവ റൂട്ടിൽ കൂടെ ഓടണ സീനത്ത് ബസ്സിലെ യാത്രക്കാരി ചന്ദ്രികയുടെ ചന്തി നുള്ളിയത് IPC വട്ടത്തിൽ A. അതും കൂടെ അവന്റെ പേർക്ക് കേട്ടിക്കോ. പാക്കറ്റടി, പിച്ചാത്തിക്കുത്ത്, വഞ്ചന, മൈക്കൂരി നച്ചോടം, ഉരുട്ടിക്കൊല, ശ്രീപീഡനം, കിഡ്നാപ്പിംഗ് എല്ലാം കൂടി ചേർത്തൊരു 16 എണ്ണം ഇവന്റെ പറ്റിൽ എഴുതി. എല്ലാം കൂടി ഒരു 19-6 വർഷം നമ്മളെ തറവാട്ടിൽ കഴിയാനുള്ള വകുപ്പായി. എന്തൊരു എല്ലാം കൂടി വേണമെങ്കിൽ പറയും. അതൊന്നും SI സുന്ദരന് പുത്തരിയല്ല. നിന്റെ യഥാർത്ഥ പേരെന്തേ? നീ പറയില്ലല്ലേ? ഞാൻ നോക്കട്ടെ. നിന്റെ ബാഗിൽ നിന്ന് ഭീകരതയുടെ എന്തെങ്കിലും കുളു കിട്ടിയ പയലേതിന്റെ എപ്പിസോഡ് ക്ലോസ്. ഇതെന്തൊരു ഐഡിയ? യവനും ഐഡിയ. എന്ത് പോലീസാണോ താൻ? തന്നെ പോലുള്ള പോലീസുകാരാണ് ഡിപ്പാർട്ട്മെന്റിലെ നല്ലവരായ ആളുകളുടെ പേര് ചീത്തയാക്കുന്നത്. 20 ഞങ്ങള് മാതൃകാ പോലീസുകാരായിക്കൊള്ളാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ അറിയണം. എടോ, പോലീസിന്റെ വില എന്താണെന്ന് അറിയണേ ഇന്ത്യക്ക് വെളിയിൽ പോണം. 5 കൊലപാതകം ചെയ്ത പ്രതികളെ പോലും ഗൾഫ് നാട്ടിലെ പോലീസുകാർ അസ്ലാം അലൈക്കും പറഞ്ഞ് സ്വീകരിക്കാറ്. നമ്മുടെ നാട്ടിലൊരു പെറ്റി കേസിന് അറസ്റ്റ് ചെയ്ത പ്രതിയെ നിങ്ങൾ എന്ത് പറഞ്ഞോട് മാറ്റി നിർത്താറ്? എന്താ പറയാന്ന്? അത് മാറണം, മാറ്റണം. പോലീസ് ജനങ്ങളുടെ സേവകരാവണം. ഓരോ പോലീസുകാരനും അതിനുള്ള മനസ്സുണ്ടാവണം, മനസാക്ഷി ഉണ്ടാവണം. എന്തോടി വരൽ ഇങ്ങനെ ഇരിക്കണേ? അയ്യോ, ഏതോ ഒരു മന്ത്രിക്ക് എസ്കാർട്ട് പോയപ്പോ പിസ്റ്റൽ പാക്കറ്റ് ഇരുന്ന് പൊട്ടി. അതിന് ശേഷം ഈ വരൽ നൂരില്ല സാർ. പറഞ്ഞു നന്നായി. ആ വരൽ വെച്ച് അധികം സെലൂട്ട് അടിക്കില്ലേ? ഇല്ല. ഹലോ സാർ, ഞാൻ എത്തിക്കോളാം സാർ. ഓക്കെ സാർ. സാർ, ഞങ്ങളുടെ കാര്യം ആ വരലങ്ങ് തിരിച്ചു പിടിച്ചേ. ഈ കേസ് അന്വേഷിക്കാൻ നീ തന്നെ വേണമെന്ന് മുഖ്യമന്ത്രിക്ക് ഒരേ നിർബന്ധം. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിന്റെ ഈ കയ്യിരിപ്പും വെച്ചോണ്ട് നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ജനസമ്മതനായത്? അതെന്താ സാർ? പറയസേ, ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പോലും ഏത് കേസ് അന്വേഷിക്കാനും നീ മതിയെന്നാ പറയുന്നത്. ചില പാർട്ടിക്കാർക്ക് ഇത്ര മുറുമുറുപ്പില്ലാതില്ല. എന്നാലും വർഗീസാണ് IPS പകരം വെക്കാൻ മറ്റൊരു പേര് കണ്ടെത്താൻ അവർക്കും കഴിയുന്നില്ല. നമ്മുടെ മുഖ്യം പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല. കേസ് നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു. എങ്കിൽ ഈ കേസിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരണം. ചില രാഷ്ട്രീയ ഇടപെടലുകളോ മറ്റു സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടാവില്ലെന്നൊരു ഉറപ്പും. ഓഫ് കോഴ്സ്. ആ മലപ്പുറത്തെ ബീരാ സാഹിബിന്റെ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചത്? തടിമിലിട്ട് മോനെ തല്ലിയ ഗുണ്ടയെ പറ്റി പരാതി പറയാൻ അയാൾ മോനും വന്ന് എത്തിയതോ നിന്റെ കയ്യിൽ തന്നെ. ഏതായാലും നീ കാണിച്ചു നിൽപ്പം കടന്ന കൈയായിപ്പോയി. ഏടാ ചില്ലറ പ്രഷറൊന്നുമല്ല അയാൾ ആഭ്യന്തരത്തിൽ ചെലുത്തിയത്. ഒടുവിൽ നിനക്ക് ക്രൈംബ്രാഞ്ചിലേക്കുള്ള ട്രാൻസ്ഫർ ഒപ്പിച്ചിട്ടാണ് അയാളൊന്ന് അടങ്ങിയത്. എന്തായാലും ഈ കേസിൽ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിന്റെ ഇടി ഇത്തിരി കുറയ്ക്കണം. സംശയം തോന്നുന്ന ആരെയും ചോദ്യം ചെയ്യാം. നോ പ്രഷർ, നോ ടെൻഷൻ. എന്താ പോരെ? പിന്നെ വർഗീസേ, നിന്നെ അസിസ്റ്റ് ചെയ്യാൻ ഒരു ടീമിനെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, അത് വേണ്ട സാർ. ഇപ്പൊ തന്നെ അയ്യര് സാറും ചില ടീമുകൾ അന്വേഷണം കഴിഞ്ഞ് പോയുള്ളൂ. അത് ചിലവർക്ക് ഇഷ്ടാവില്ല. പിന്നെ നീ ഒറ്റയ്ക്ക്? എങ്കിലും റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ നോർത്ത് സ്റ്റേഷനിലെ SI സുന്ദരത്തിന് എനിക്ക് വിട്ടുതന്നാ മതി. SI സുന്ദരവോ? ബെസ്റ്റ് സെലക്ഷൻ. എടാ, 15 കൈക്കൂലി കേസാ കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അയാളെ ഇനി എവിടേക്ക് സ്ഥലം മാറ്റുന്നുള്ള ചിന്താക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. പക്ഷെ മിടുക്കനാണ് കേട്ടോ, കൈക്കൂലി കൈകൊണ്ട് വാങ്ങത്തില്ല. എന്തായാലും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിക്കോട്ടെ നിന്റെ കൂടെയുള്ള ഈ പുറത്ത്. നിങ്ങൾ വലിയ മറ്റേടത്തെ IG ആയിരിക്കും, പക്ഷെ ഒരുമാതിരി കോപ്പിലെ ഇടപാടിനോട് കാണിക്കരുത്. അമ്മായിപ്പനാണെന്ന് ഞാൻ നോക്കത്തില്ല. കൃഷ്ണകുമാറിന്റെയും രാഘവ മേനോന്റെയും കൊലക്കേസ് DYSP പ്രകാശ് മേനോന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ ക്രൈംബ്രാഞ്ചിലെ ഏതോ അരവട്ടനെ ഏൽപ്പിച്ചു എന്ന് എന്റെ ജൂനിയർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിച്ചപ്പോ നാണം കൊണ്ട് എന്റെ തൊലിയുരിഞ്ഞു പോയി.
പല രൂപത്തിലും ഭാവത്തിലും പേരിലും വേഷത്തിലും ഒക്കെ ആൾമാറാട്ടം നടത്തി കേസുകൾ തെളിയിക്കുന്ന വിദഗ്ധനെന്നൊക്കെ സ്വയം പുകഴ്ത്തി കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന ആ രാവണ വർഗീസ് എന്ന എംബോക്കിയെ മരുമകനിരുന്ന സ്ഥാനത്ത് പ്രദർശിച്ചപ്പോ രാമമേനോന് സമാധാനമായെങ്കിലേ തെറ്റി. വായടപ്പിക്കാനും സ്ഥലം മാറ്റി പണിഷ്മെന്റ് തരാനും ഒക്കെ നിന്നാലേ ആറ്റുനോട്ടുണ്ടായ മകളങ്ങ് കുടുംബത്ത് വന്ന് കെട്ടിയാനില്ല നിൽക്കും. കാണണോ? പ്രകാശ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പിന്നെ അധികാരത്തിന്റെ ഹുങ്കിൽ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ അറിയാമല്ലോ. ഇനി ഞങ്ങളുടെ കുടുംബക്കാരിയാണ്. സോറി സാർ, അമ്മായിച്ചിന് മരുമോനൊക്കെ അങ്ങ് കുടുംബത്ത് മതി. ഇത് ഒഫീഷ്യൽ മീറ്റിംഗാ. അത് തീരുമാനിക്കാൻ നീ ആരാ? നീ നേരത്തെ പറഞ്ഞില്ലേ രൂപവും വേഷവും മാറി കള്ളക്കഥകൾ പറഞ്ഞു നടക്കുന്ന ഒരു അരവട്ടൻ എംബോക്കിയെ കുറിച്ച്? ആ രാവണൻ ഞാൻ തന്നെയാ, വർഗീസ് ആന്റണി IPS. വർഗീസ് പ്ലീസ്. വേണ്ട സാറേ, മരുമോനെ ഞാൻ മെരുക്കിക്കോളാം. രാജ്യം ഭരിക്കുന്ന മന്ത്രിസഭയിൽ ഒരു അംഗമായിട്ട് സംസ്ഥാനത്തിന്റെ കുടിവെള്ളം വൈദ്യുതിയും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മറച്ചുവെച്ച് ആ പണം ആരും അറിയാതെ സ്വന്തം കീശയിൽ വാങ്ങിവെച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ചെരുപ്പ് പോലും ധരിക്കാതെ ആദർശധീരനായിട്ട് ചമഞ്ഞു നടക്കുന്ന നിന്റെ അച്ഛന്റെ ബലം കണ്ടിട്ടാണ് ഈ കളിയെങ്കിൽ ആ കളിയങ്ങ് മാറ്റിവെച്ചാരെ. അല്ലെങ്കിൽ അഴിമതി കേസിലെ സ്വന്തം അച്ഛനെ ഈ പൊന്നുമോൻ തന്നെ വിലങ്ങ് വെക്കേണ്ടി വരും. പിന്നെ ഈ കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കുന്നുള്ള ഭീഷണി നിന്നെ പോലെ ഈ പദവിയിലിരിക്കുന്ന ആളുകൾക്ക് ചേർന്നതല്ല. നിന്റെ മൂക്കിന് താഴെയുള്ള മീശ മൂക്കൊലിപ്പ് തടയാനുള്ളതല്ല. ആണായിട്ട് ജീവിക്കാൻ പഠിക്കും. പ്രായവും പദവിയും നോക്കി പെരുമാറാൻ പഠിക്കണം. അതായിരിക്കും ഒരു പോലീസുകാരന്റെ പാരമ്പര്യം. പിന്നെ വന്നവനെ വന്നതുപോലെ തിരിച്ചുവിടാനുള്ള വ്യാമോഹം വേണ്ട. കാരണം ഈ രാവണനെ പ്രസവിച്ച ഉടനെ ലങ്കയെന്ന് കേരളത്തിലേക്ക് കൊറിയർ അയച്ചോന്നല്ല. ഞാൻ ഇവിടെ ഈ മണ്ണിൽ ജനിച്ച് ഉപ്പും ചോറും നിന്ന് വളർന്നവനാ. ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും. നീ ഉണ്ടാവണം കേട്ടോ. സോറി സാർ. സർ, കേസിന്റെ ഇതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. മിസ്റ്റർ ശ്രീകുമാർ, കേസ് അന്വേഷണത്തിൽ ഡിവൈഎസ്പി പ്രകാശമേന്റെ സഹായിയായിരുന്നല്ലേ? യെസ് സർ. രക്ഷപ്പെട്ട ആ പിള്ളേരെ കുറിച്ച് കോളേജിൽ എന്തായിരുന്നു അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ നല്ല ക്ലീൻ ഇമേജ് ഉള്ള ഒരു അടിപൊളി സംഘം. അവരെ കുറിച്ച് ഒരാൾക്ക് പോലും മോശമായ അഭിപ്രായമില്ലായിരുന്നു. കോളേജിലും വീട്ടിലും നാട്ടിലും എന്തിനേറെ ജയിലിൽ പോലും ആ മൂന്നുപേരെ കുറിച്ച് നല്ല മതിപ്പായിരുന്നു. കേസിന്റെ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുമ്പോഴും പലപ്പോഴും അവരെ വിലങ്ങ് പോലും വെക്കാറില്ല. കാരണം ആരെങ്കിലും കൊല്ലാനോ പോലീസിന്റെ കണ്ണുപിടിച്ച് രക്ഷപ്പെടാനോ ത്രിമൂർത്തികൾക്ക് കഴിയില്ലെന്ന് തന്നെയായിരുന്നു ഡിപ്പാർട്ട്മെന്റ് വിശ്വാസം. ത്രിമൂർത്തികൾ? അവർക്ക് എങ്ങനെ ഈ ത്രിമൂർത്തികൾ എന്ന് പേര് വന്നേ? കോളേജിലെ സുഹൃത്തുക്കൾ തന്നെ അവർക്ക് നൽകിയ ഓമന പേരായിരുന്നു അത്. ആ മൂന്നുപേരെ ഒരിക്കലും ഒറ്റ തിരിഞ്ഞ് ആരും കണ്ടിട്ടില്ല. അത്രയ്ക്ക് ആത്മബന്ധമായിരുന്നു അവർ തമ്മിൽ. ഒരിക്കൽ സ്വന്തമായി പാട്ടെഴുതി സംഗീതം നൽകി അവതരിപ്പിച്ചതോടെ അവർ കോളേജിന്റെ തന്നെ ഹരമായി മാറി. 1 2 3 4. ചിറകുള്ള ചെറുപ്പം, ചിരിയുടെ ചെറുപ്പം, നമുക്കീ കനവുകൾ സ്വന്തം. മനസ്സിന്റെ മനസ്സിൽ മതിലില്ല മനസ്സിൽ മാൻപേട പെണ്ണിന്റെ ചന്തം. You're my dream girl, sunny girl. You're my music, sunny girl. ചിറകുള്ള ചെറുപ്പം, ചിരിയുടെ ചെറുപ്പം, നമുക്കീ കനവുകൾ സ്വന്തം. മനസ്സിന്റെ മനസ്സിൽ മതിലില്ല മനസ്സിൽ മാൻപേട പെണ്ണിന്റെ ചന്ദ്രം. ഓർമ്മയിലെന്നും ഉമ്മ വച്ചുറങ്ങാൻ ഓമന പെണ്ണുണ്ട്. ഓമന പെണ്ണിൻ ചുണ്ടിലെ പാട്ടിൽ ചക്കര ചിന്തുണ്ട്. ചക്കരമാവിന്മേൽ കരളിൻ ചിത്തിരയുണ്ടല്ലോ. ചിറകുള്ള
ചെറുപ്പം ചിരിയുടെ ചെറുപ്പം നമുക്കീ കനവുകൾ സ്വന്തം മനസ്സിന്റെ മനസ്സിൽ മതിലില്ല മനസ്സിൽ മാൻപേട പെണ്ണിന്റെ ചന്തം. Keep rocking, keep rocking, keep rocking, keep rocking. പുസ്തകം വേണ്ട ജീവിതം നൽകും പാഠങ്ങളുണ്ടല്ലോ. പ്രേമിച്ച കരളിൻ പൂമരക്കൊമ്പിൽ പൂങ്കനിയുണ്ടല്ലോ. പാടുക പൂങ്കിളിയേ ഇനിയും പാടുക പ്രിയ മനസ്സേ. You're my dream girl, Sania. You're my music, Sania. ചിറകുള്ള ചെറുപ്പം ചിരിയുടെ ചെറുപ്പം നമുക്കീ കനവുകൾ സ്വന്തം മനസ്സിന്റെ മനസ്സിൽ മതിലില്ല മനസ്സിൽ മാൻപേട പെണ്ണിന്റെ ചന്തം. എന്താ സണ്ണി ഇത് കൊച്ചു പിള്ളേരെ പോലെ? ദേ നീ ആ വിനുവിനെയും രാജുവിനെ നോക്കി. ഞങ്ങളുടെ ഫീസ് അടച്ചു പഠിപ്പിക്കുന്നതിന് പുറമേ ഛേ ഇതെന്താ സണ്ണി, നിങ്ങൾ എന്താ എനിക്ക് അന്യരാണോ? ആ അതൊക്കെ പോട്ടെ, ഇത്തവണത്തെ ഇന്റർസോൺ കലോത്സവത്തിൽ ഈ കോളേജിന്റെ മുഴുവൻ പ്രതീക്ഷയും നിങ്ങൾ 3 പേരില്ല. അറിയാം, വി ആർ ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ്. അത് പോരാ, ഐ വാണ്ട് യു ടു ബി ദ വിന്നേഴ്സ്. ഒരു കോംപ്രമൈസിന് ഞാനില്ല. ഈ രാധികയുടെ ഒറ്റ ഉറപ്പില ഞാൻ കുറെ VIPസിനെ ഇൻവൈറ്റ് ചെയ്തത്. നമ്മുടെ കുട്ടികൾ ജയിക്കണത് 4 ആൾ അറിയട്ടെ എന്ന് കരുതിയ. പിന്നെ ഞാൻ വിളിച്ചത് നിങ്ങൾക്കൊരു സർപ്രൈസ് ന്യൂസ് തരാൻ വേണ്ടിട്ടാ. ടെൻഷൻ അടിക്കണ്ട. പെർഫോമൻസ് കാണാൻ വരുന്ന VIPസിൽ ഒരു ഇന്റർനാഷണൽ ഓഡിയോ കാസറ്റ് കമ്പനി ചെയർമാൻ കൂടി ഉണ്ട്. നിങ്ങളുടെ പ്രോഗ്രാമിന്റെ CD അയച്ചു കൊടുത്തപ്പോ അവര് നല്ല റെസ്പോൺസാ കാണിച്ചത്. സോ അവര് വരുന്നു എന്റെ കുട്ടികളെ കാണാൻ. താങ്ക് ഗോഡ്. താങ്ക് യു മാഡം. താങ്ക്സ് എനിക്കല്ല, നിങ്ങളുടെ ഈ മിസ്സിനാണ് പറയേണ്ടത്. രാധികയാണ് നിങ്ങളുടെ CD ആ കമ്പനിക്ക് അയച്ചു കൊടുത്തതും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും. ദേ പിന്നെ പാട്ടും കൂത്തും ഒക്കെ കൊള്ളാം, അതിനൊപ്പം പഠിക്കുകയും വേണം. ഇല്ലേ 3നെ ഞാൻ ശരിയാക്കി കളയും. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം മാഡം. ഈ വർഷം കോളേജിൽ 3 റാങ്ക് കൂടി ഇവര് കൊണ്ടുവരും. ഗെറ്റ് റെഡി ഫോർ എ ചാലഞ്ച്. ഇത് മാധവിന് വേണ്ടി, എനിക്ക് വേണ്ടിയല്ലടാ, നമ്മുടെ കോളേജിന് വേണ്ടി, നമ്മുടെ കോളേജിന്റെ അഭിമാനമായ ത്രിമൂർത്തികൾക്ക് വേണ്ടി. അവരെ ഇങ്ങനെ വളർത്തി വലുതാക്കിയാൽ ഒടുവിൽ നമുക്കത് പാരയായി തീരും. അത് വിട്, അവരാണ് കോളേജിന്റെ പുതിയ ഹരം. അതറിയാം. ആ ഒരു കളിക്കട്ടടാ, എത്രത്തോളം കളിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ചരടിപ്പോഴും ഈ മാധവന്റെ കയ്യിൽ തന്നെയാ. സമയമാവുമ്പോ ആ ചരട് ഞാനിങ്ങ് വലിക്കും, അപ്പം കളി നിൽക്കും. ആ 1 2 3 4. അതെ ചതിച്ചു. നമ്മുടെ പ്രോഗ്രാം മാറ്റിവെച്ചു. എന്താ എന്താ കാര്യം? അതറിയില്ല. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ മ്യൂസിക്കൽ പ്രോഗ്രാംസ് മാറ്റിവെച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വാ, നമുക്ക് സെക്രട്ടറി കണ്ട് എന്താ കാര്യം അന്വേഷിക്കാം. ഈ പാതിരാത്രി വരെ ഉറക്കൊഴിച്ച് നിന്നിട്ട് യാതൊരു കാരണമില്ലാത്ത പ്രോഗ്രാം മാറ്റിവെക്കാന്ന് പറഞ്ഞാൽ തനി തെണ്ടിത്തരല്ലേ? വാടാ നമുക്ക് പോയി ചോദിക്കാം. വാ നടക്ക്. എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ വളഞ്ഞു വെച്ചിട്ട് എന്താ പ്രയോജനം? എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്. ഞങ്ങളെ പ്രോഗ്രാം മാറ്റിവെച്ചിട്ട് അങ്ങനെ കാര്യങ്ങൾ നടത്തണ്ട. എന്താ പ്രോഗ്രാം മാറ്റിവെക്കാനുള്ള കാരണം? അതറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ വിടൂ. കാരണം ഇത്രയേ ഉള്ളൂ. മുൻ മന്ത്രി കൃഷ്ണകുമാർ കലോത്സവ വേദി സന്ദർശിക്കാൻ എത്തുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മകളുടെ പ്രോഗ്രാം നടത്തണമെന്നാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം. അതനുസരിച്ചാണ് പ്രോഗ്രാമിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞെങ്ങനെ ശരിയാവുന്നത്? എല്ലാ കാര്യങ്ങളും മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് നടക്കുന്നത് ഇവിടെ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. സോറി. നമസ്കാരം.
വന്ദനയുടെ അച്ഛൻ വന്നു. ജഡ്ജസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മോഹിനിയാട്ട മത്സരം ഉടൻ തന്നെ സ്റ്റേജ് നമ്പർ 3 ആരംഭിക്കുന്നതാണ്. പേടിക്കണ്ട, നന്നായി വരും. എല്ലാം റെഡിയല്ലേ? റെഡിയാണ് സർ. എങ്കിൽ ഞാൻ അങ്ങോട്ട് നീങ്ങ. മാമാങ്കം പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ ആവായി. നിങ്ങളെ പ്രോഗ്രാം മാറ്റി വെച്ചിട്ട് ഒരു നായിന്റെ മോളുടെയും ഡാൻസും കൂത്തും ഇവിടെ നടക്കാൻ പോണില്ല. അങ്ങനെ സംഭവിച്ച കോളേജ് ചെയർമാനായ എനിക്കാ അതിന്റെ നാണക്കേട്. എന്തിനും ഏതിനും ഇവരൊക്കെ കൂടെ ഉണ്ട്. വേണ്ട മാധവ, പ്രശ്നങ്ങളൊന്നും വേണ്ട. ഇതിപ്പോ നിങ്ങളുടെ പ്രശ്നം മാത്രമല്ല, എന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നം കൂടിയാ. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മാത്രം മതി, ബാക്കിയെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. മാധവ, എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ പ്രോഗ്രാം ചെയ്യാലോ. നമ്മളായിട്ട് ഇന്നൊരു പ്രശ്നം ഉണ്ടാക്കി അത് നാളെ നമ്മളെ തന്നെ ബാധിക്കില്ലേ? നിങ്ങളുടെ പ്രോഗ്രാം നടക്കേണ്ട സമയത്ത് ആ ചെറ്റ കൃഷ്ണകുമാറിന്റെ മോളുടെ ഡാൻസ് നടന്ന അതിന്റെ ക്ഷീണം എനിക്ക് മാത്രമല്ല, എന്റെ അച്ഛൻ പി കെ സുകുമാരനും കൂടിയാ. തോൽവി എന്തെന്നാ കൃഷ്ണകുമാർ കൂടി അറിയട്ടെ. എന്താ, നിങ്ങൾ എന്റെ കൂടെ വരുന്നോ അതോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകണോ? അല്ല, അത് വള ശരി. എന്താ എല്ലാരും കൂടി? വിനോദേ, ചോദിക്കണം. സാർ, ഇത് തീരെ ശരിയായില്ല. ചോദിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സ്വന്തം മകളും ഞങ്ങളും ഒക്കെ സാറിന് ഒരുപോലെയാ. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. ഞങ്ങളുടെ വേദന സാറ് മനസ്സിലാക്കി. സംഭവം നടന്ന ദിവസം ഇന്റർസോൺ കലോത്സവം കവർ ചെയ്യാൻ വന്ന കേരളഭൂമി പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ കൊല നടന്ന സമയത്തെടുത്ത ഈ ഫോട്ടോയാണ് അവർക്കെതിരായ തെളിവെന്ന നിലയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത്. ഇത്രയും വലിയ തെളിവുണ്ടായിട്ടാണോ ജസ്റ്റിസ് അവർ വെറുതെ വിട്ടത്? അതിന് താഴെ ഒരു സ്റ്റില്ലൂടെ ഉണ്ട് സാർ, അതാണ് ആദ്യം എടുത്തത്. കൊല്ലപ്പെട്ട കൃഷ്ണകുമാറിനെ രക്ഷിക്കാൻ വേണ്ടി പ്രതി കത്തി വലിച്ചൂരെടുത്തതായിരുന്നു എന്ന് ഒടുവിൽ കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ജസ്റ്റിസിന്റെ കൊലപാതകവുമായി ത്രിമൂർത്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് വല്ല തെളിവുകളും കിട്ടിയിട്ടുണ്ടോ? കൊല നടന്ന ദിവസം അവിടെ നിന്ന് 3 പേർ ഓടിപ്പോന്ന് കണ്ടുവെന്ന് ജഡ്ജിയുടെ മകൾ രേണുകയുടെ മൊഴിയുണ്ടായിരുന്നു. പിന്നെ അവർ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ തട്ടിയെടുത്ത ജീപ്പും റിവോൾവറും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. സാഹചര്യ തെളിവുകളും ജഡ്ജിയുടെ മകളുടെ മൊഴിയും വെച്ച് നോക്കുമ്പോൾ ആ 3 പേരെ തന്നെ കേന്ദ്രീകരിച്ച് കേസ് മൂവ് ചെയ്യായിരുന്നു സാർ. ഇൻവെസ്റ്റിഗേഷൻ ടൈമിൽ ഡോസ് കോഡ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന ലഭിച്ചത് വെറുമൊരു താക്കോൽ കൂട്ടം മാത്രമായിരുന്നു. പോലീസിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ പ്രതികൾ കാട്ടിയ ഒരു അതിബുദ്ധിയായിട്ട് പ്രകാശ് സാർ അതിനെ കണ്ടോളൂ. അപ്പൊ ജഡ്ജി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. സാർ, ഇവിടെയാണ് ജഡ്ജിയുടെ ഡെഡ് ബോഡി കിടന്നിരുന്നത്. ആക്സിഡന്റിൽ ഭാര്യയും മകനും മരിച്ചതിന് ശേഷം പിന്നെ മറ്റു വല്ല ബന്ധങ്ങളോ? അങ്ങനെ ഒരു ബന്ധത്തെ കുറിച്ചൊന്നും അറിയില്ല. മകള് മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവര് മാരീഡ് അല്ലേ? അതെ, ഹസ്ബൻഡ് വിദേശത്താണ്, മക്കളില്ല. അയാൾ ഇന്നലെ തിരിച്ചുപോയി. പോകുമ്പോ ഇവരെയും കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്, പക്ഷേ ഇവര് തയ്യാറായില്ല. കാരണം ആ ഷോക്കിൽ നിന്ന് അവർ ഇതുവരെ റിലീഫ് ആയിട്ടില്ല. അവരെ വിളിക്കണം സാർ. അന്ന് പകല് സംശയിക്കത്തക്ക വിധത്തിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ഐ മീൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എനി സ്ട്രേഞ്ചേഴ്സ്? അങ്ങനെ ആരും വന്നതായിട്ട് ഓർക്കുന്നില്ല. ഇവിടെ അച്ഛനും നിങ്ങളല്ലാതെ സഹായത്തിന് ആരുണ്ടായിരുന്നില്ലേ? ഇല്ല, സർവൻസിനെ നിർത്താൻ അച്ഛന് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഗവൺമെന്റ് ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നപ്പോ അച്ഛൻ തന്നെ അയാൾക്ക് ലീവ് കൊടുത്തത്. സോറി, സംഭവം നടന്ന സമയം കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടോ? ഏകദേശം പുലർച്ചെ ഒരു 3-3:30 ആയി കാണും. എന്തോ ശബ്ദം കേട്ടാ ഞാൻ ഉണർന്നത്. എഴുന്നേറ്റ് ജനാലയിൽ കൂടി നോക്കുമ്പോ 3 പേര് ഓടിപ്പോകുന്നത് കണ്ടു. എന്തോ പന്തികേട് തോന്നി ഞാൻ അച്ഛന്റെ മുറിയിലേക്ക് ഓടിച്ചെന്നു. പക്ഷെ അപ്പോഴേക്കും ഓക്കെ പ്ലീസ് പൊക്കോളൂ. പോലീസിന്റെ പേടിയുണ്ട്. വണ്ടിക്ക് എന്തിരി ബ്രേക്ക് ഇല്ലേ? ഓവർ സ്പീഡ് മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്തോ ആവട്ടെ. ഇറങ്ങി വരി. ഇത് കൈ കൊണ്ട് മേടിക്കാം.
കളക്ഷൻ പിന്നെയും തുടങ്ങിയോ? അമ്മയ്ക്കാണില്ല സാർ. പിന്നെ സാറിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് അറ്റംപ്റ്റ്. ഇതോടെ നിർത്തിക്കോണം. അമ്മച്ചാണ് നിർത്തി. പിന്നെ എന്തൊരു സാർ, ഇനി കാണുമ്പോ മീശയ്ക്ക് ഇത്ര വലുപ്പം വേണ്ട. പോലീസുകാരെ കാണുമ്പോ വീരപ്പൻ ഓർമ്മ വരാൻ പാടില്ല കേട്ടാ. എങ്കിൽ ജീപ്പ് എടുത്ത് സ്ഥലം വിട്ടോ. തൽക്കാലത്തേക്ക് സുന്ദരനുണ്ടല്ലോ സാർ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ശ്രീകുമാറിനെ വിളിച്ചോളാം. ഓക്കെ സാർ, താങ്ക് യു. സുന്ദരൻ ആള് ഡീസന്റ് ആയല്ലോ. ഞാൻ പണ്ടേ ഡീസന്റ് ആണ് സാർ. പിന്നെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി അല്ലറ ചില്ലറ. സാർ, ഇതാണ് ജഡ്ജി അദ്ദേഹത്തിന്റെ കൺമാൻ അയ്യപ്പൻ പിള്ള. എത്ര കാലമായി ജസ്റ്റിസിന്റെ കൂടെ? 4 വർഷത്തോളമായി സാർ. ഡ്യൂട്ടിക്കിടയിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ ജസ്റ്റിസ് നിങ്ങൾ എപ്പോഴെങ്കിലും ശകാരിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു. ജസ്റ്റിസ് രാഘവന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഐ മീൻ എന്തെങ്കിലും ഭീഷണികളോ മറ്റോ? അങ്ങനെ വലിയ ശത്രുക്കളുള്ളതായി അറിവില്ല സാർ. പിന്നെ ചില കേസുകളുടെ വിധി പറഞ്ഞു കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഭീഷണികളുണ്ടാവും. പക്ഷെ അതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല അദ്ദേഹം. അങ്ങനെ വല്ലതും ഈ അടുത്ത കാലത്ത് വന്നിരുന്നോ? അറിയില്ല സാർ. അപ്പൊ അയ്യപ്പൻ പിള്ളയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ. മോൻ കണ്ട അറിഞ്ഞൂടിയേ? എന്താന്ന്? ഒന്നും അറിഞ്ഞൂടെന്ന്. കൊല്ലപ്പെട്ട ദിവസം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ് നിങ്ങളെ വിളിച്ചതാരായിരുന്നു? അത് ഭാര്യയായിരുന്നു സാർ. വിളിച്ചതോ അതോ വിളിപ്പിച്ചതോ? സത്യം പറയണം. വിളിപ്പിച്ചതായിരുന്നു സാർ. ജഡ്ജി ജയമാൻ പിറ്റേ ദിവസം ബൈപ്പാസ് സർജറിക്ക് വേണ്ടി ഡൽഹിക്ക് പോകാനിരിക്കുകയായിരുന്നു. കൂടെ ഞാനും രേണുക മോളുമാ പോകേണ്ടത്. ഡൽഹിക്ക് പോയാൽ പിന്നെ 3 മാസം കഴിഞ്ഞ് വരുമെന്ന് അറിഞ്ഞപ്പോ ഭാര്യയ്ക്ക് പരിഭവം. അതുകൊണ്ട് ഞാൻ തന്നെയാ അവളോട് അസുഖമാണെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത്. പക്ഷെ പോയി വരുമ്പോഴത്തേക്കും ഈ താക്കോൽ കൂട്ടം അയ്യപ്പൻ പിള്ള ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. മോൻ കണ്ട അറിഞ്ഞൂടിയേ? കണ്ടിട്ടില്ലെന്ന്. എങ്കിൽ അയ്യപ്പൻ പിള്ളയ്ക്ക് തൽക്കാലം പോകാം. പിള്ളേച്ചോ, അപ്പൊ ഈ താക്കോൽ കൂട്ടം കണ്ടിട്ടേ ഇല്ല? ഇല്ല സാർ. ഈ താക്കോൽ കൂട്ടം ആരുടേതാണെന്ന് ആർക്കറിയില്ല. ആർക്കും മുട്ട് വേണ്ടതാണ്. എന്നാ പിന്നെ ജൂവലറിക്കാരോട് നേരിട്ട് തന്നെ എന്ന് ചോദിക്കാം. അതല്ലേ സുന്ദര അതിന്റെ ഒരു കറക്റ്റ്? എന്നാ ഇനി സമയം എടുത്തണ്ട. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അതിവേഗം ബഹുദൂരം. നമ്മൾ എപ്പോഴേ റെഡി സാർ. എന്നാ പുറപ്പെടാം. We are from Crime Branch. What can I do, sir? Please. Thank you. കുറച്ച് നാൾക്ക് മുമ്പ് കൊച്ചിയിൽ കൊല്ലപ്പെട്ട ജഡ്ജി രാഘവനും താമസിച്ച വീടിന്റെ കാമ്പൗണ്ടിൽ നിന്ന് കിട്ടിയ താക്കോ കൂട്ടമാണ് ഇത്. സാധാരണയായി ഇത് വീടുകളിലോ സ്ഥാപനങ്ങളിലോ ഉപയോഗിക്കുന്നതല്ല. അനധികൃത വസ്തുക്കൾ സൂക്ഷിക്കുന്ന രഹസ്യറുകൾക്കും മറ്റും ഉപയോഗിക്കുന്നതാണിത്. അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണോ നിങ്ങൾ ഈ കീ? സാർ, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കീ ചെയിൻ ഞങ്ങൾ ഇതുവരെ ഇറക്കിയിട്ടേ ഇല്ല. സാർ, ഇങ്ങനെ ഒരു രഹസ്യ കീയുടെ ആവശ്യം ഞങ്ങൾക്കില്ല. നേരായ വഴിയിലൂടെ മാത്രം നടക്കുന്ന സത്യസന്ധതയിലും വിശ്വാസത്തിലും കെട്ടിപ്പടുത്ത ഒരു ബിസിനസ് സാമ്രാജ്യം മാത്രമാണ് ഞങ്ങളുടേത്. ഇതാണ് ഇവിടുത്തെ ഷോപ്പിന്റെയും സ്റ്റോറിന്റെയും താക്കോലുകൾ. അപ്പോഴിത് ഞങ്ങളുടെ പരസ്യങ്ങളും ഗിഫ്റ്റും എല്ലാം ചെയ്യുന്നത് ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയാണ്. സാർ, അവിടെ അന്വേഷിച്ചാൽ ഒരുപക്ഷെ എന്തെങ്കിലും വിവരം കിട്ടിയേക്കും. ഇതാണ് അവരുടെ കാർഡ്. ജിസ്ന മീഡിയ അഡ്വർടൈസിംഗ്. ഇതാണ് ഇത്രയും കാലം ഞങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗിഫ്റ്റ് കീ ചെയിനുകൾ. ഇതെല്ലാം ഓരോരുത്തര് സാമ്പിൾസ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ റിജക്ട് ചെയ്ത മോഡലുകളാ. സർ, പണ്ടെങ്ങും ആരോ കൊണ്ടുവന്ന സാമ്പിളാണിത്. ആരാ കൊണ്ടുവന്നത്? ദിവസവും ഇതുപോലെ സാമ്പിളുകൾ നിരവധി ആളുകൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടാലേ അവരുടെ കൊട്ടേഷൻ സ്വീകരിക്കാറുള്ളൂ. മാത്രമല്ല, പണ്ടെങ്ങാണ്ടോ റിജക്ട് ചെയ്ത മോഡൽ ആയതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ കീ ചെയിന്റെ യഥാർത്ഥ അവകാശി വരും വരെ ഞാൻ എപ്പോ ആവശ്യപ്പെട്ടാലും എന്റെ മുമ്പിൽ ഹാജരാവണം. ഓഫ് കോഴ്സ്. ഈ കോളേജിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാ. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല സാർ. താങ്കൾ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് മാത്രം ചിന്തിക്കുന്നതാണിത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി എനിക്ക് അത്രയ്ക്ക് അടുപ്പവും പരിചയമുള്ള കുട്ടികളാണിവർ. ഇനിയിപ്പോ അവര് തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാഡം, അടുപ്പം പരിചയമൊക്കെ നല്ലത് തന്നെ. എന്ന് വെച്ച് കുറ്റവാളികളല്ലാതാവോ? തെളിവല്ലേ പ്രധാനം. അതിനുവേണ്ടി ആരെ വേണേലും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇപ്പൊ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞ ശരിയല്ലേ സാർ? ഞങ്ങൾക്ക് മിസ് രാധിക മേനൊന്ന് കാണണം. രാധിക മിസ്സിനോടൊന്ന് വരാൻ പറയൂ. കൃഷ്ണകുമാറിന്റെയും ജസ്റ്റിസ് രാഘവന്റെയും കൊല നടക്കുന്ന സമയത്ത് ഇവരുടെ സാന്നിധ്യം വളരെ വ്യക്തമാണ്. സോ പോലീസിന് ഈ അവസ്ഥയിൽ അവരെ കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുമാത്രമല്ല, മിസ് രാധിക മേനോൻ.
ഐ എം SP വർഗീസ് ആന്റണി ഫ്രം ക്രൈം ബ്രാഞ്ച്. രാധിക ഇവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ചെർപ്പളശ്ശേരി കൃഷ്ണവിലാസത്തിൽ റിട്ടയർഡ് തഹസീൽദാർ ജഗന്നാഥ മേനോന്റെ മകൻ, അതായത് കൊല്ലപ്പെട്ട ജസ്റ്റിസ് രാഘവ മേനോൻ രാധികയുടെ ആരായിട്ട് വരും? അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മാവൻ. പേടിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. അന്വേഷണത്തിനിടയിൽ ഞങ്ങൾ പോലീസുകാർ ഇങ്ങനെയാ, വെറുതെ ഓരോ തന്നെ ചോദിച്ചോണ്ടിരിക്കും, വല്ലോ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. എന്ത് തെളിവ്? നിങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഐ മീൻ ത്രിമൂർത്തികൾ, അവരാണ് എന്റെ ഇപ്പോഴത്തെ വിഷയം. അതുകൊണ്ട് ഇനി മുതൽ എനിക്ക് നിങ്ങളുടെയൊക്കെ സഹായം സഹകരണം വേണ്ടി വരും. രാധിക മിസ്സിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. ഇപ്പൊ വേണ്ട, സമയം ഞാൻ വിളിച്ചു പറയാം. ടെൻഷൻ അടിക്കണ്ട. എ ഫ്രണ്ട്ലി ഇൻവെസ്റ്റിഗേഷൻ, അതാണ് എനിക്കിഷ്ടം. ലെറ്റ്സ് ഗോ. പോവാ മാഡം. സർ. ജഡ്ജിയുടെ വീട്ടിൽ കഴിഞ്ഞ 3 മാസത്തിനകത്ത് വന്നതും വെളിയിൽ പോയതുമായ ടെലിഫോൺ കാളുകളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് സാറേ. ഇപ്പോൾ നടക്കുന്ന കേസ് അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് യാതൊരു കാരണവശാലും മൂന്നാമതൊരാൾ അറിയാൻ ഇടവരരുത്. ബി കെയർഫുൾ. സർ. പിള്ളേർ രക്ഷപ്പെട്ടന്ന് രാത്രി അവരെ പിടിക്കാൻ വേണ്ടി പോലീസ് പെട്രോളിംഗ് ശക്തമായിരുന്നു. കൊച്ചിയിലെ ഓരോ മുക്കുകളും മൂലകളും രായ്ക്ക് രാമൻ അരിച്ചു പെറുക്കി. ആ സംഭവത്തിന് ശേഷം പെട്രോളിങ്ങിന് ഒരു കുറവുമില്ല. വണ്ടികൾ ചെറുപട ഓട്ടം തന്നെ. അങ്ങനെയാണെങ്കിൽ കൊച്ചി വിട്ടുപോകാൻ ഇതുവരെ ആ ത്രിമൂർത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ സ്ഥിതിക്ക് അവരിവിടെ എവിടെയോ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത. ഒന്നുകൂടി അരിച്ചു പെറുകട്ടെ. ചിലപ്പോ വേണ്ടിവരും. അവരെ പിടികൂടേണ്ടത് ഇപ്പൊ വളരെ അത്യാവശ്യമാണ്. എന്നാ പറിക്കള പോയി പെറുക്കടോ. സർ. ഓ, ഇറങ്ങിക്കോളൂ. ആ, സമയത്തിനൊന്നൊരു വിലയില്ലല്ലേ? സോറി, എക്സാമിന് മുമ്പുള്ള കുറച്ച് പോർഷൻസ് തീർക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഓക്കെ പ്ലീസ്. മലയാള അധ്യാപികയും അത്യാവശ്യം സാഹിത്യവാസനയും ഉള്ളത് കൊണ്ടാവാം ഏത് പാട്ട് എഴുതിയാലും ട്യൂൺ ചെയ്യുന്നതിന് മുമ്പ് അത് കറക്റ്റ് ചെയ്യാനും അഭിപ്രായം അറിയാനും ത്രിമൂർത്തികൾ രാധിക മേനോനെ കാണാറുണ്ടെന്നും അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചാണ് അവർ മ്യൂസിക്കൽ പ്രോഗ്രാം ചെയ്യാറുള്ളതെന്നും എന്തിനേറെ അവരുടെ സക്സസിന് പിന്നിലെ സീക്രട്ട് രാധികയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടു. അവരുടെ കഴിവിലൊരു ആരാധന ഉള്ളത് കൊണ്ടാവാം കോളേജിൽ എല്ലാവർക്കും ത്രിമൂർത്തികളോട് തോന്നിയൊരു അടുപ്പം പോലെ രാധികയ്ക്കും അവരോട് തോന്നിയത്. അങ്ങനെയും സംഭവിക്കാം. ഈ അറ്റാച്ച്മെന്റ് ഒരു ഗുരുശിഷ്യ ബന്ധമാണോ അതോ? ബെസ്റ്റ് ഫ്രണ്ട്സ്, അതായത് നല്ല സുഹൃത്തുക്കൾ. സൈക്കോളജി അനുസരിച്ച് സ്വന്തം രക്തബന്ധത്താക്കൾ ഉപരി ഉള്ളു തുറന്ന് ഏത് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവർ. അങ്ങനെയെങ്കിൽ അവർ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് മിസ് രാധിക മേനോൻ അറിയാമെന്ന് ചുരുക്കം. അവർ കൊലപാതകളല്ല, അവരത് ചെയ്യില്ല. കൊല്ലപ്പെട്ട ജസ്റ്റിസ് തന്റെ അമ്മാവനായിരുന്നിട്ടും ആ കൊലക്കേസിൽ പോലീസ് സംശയിക്കുന്നവരെ രാധികയ്ക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയും? തീർച്ചയായും അവരത് ചെയ്യില്ല. എനിക്കിതിൽ നല്ല വിശ്വാസമുണ്ട്. പിന്നെ നിങ്ങൾ അത് വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കാരണം നിങ്ങളൊരു പോലീസുകാരനാണ്, കുറ്റവാളികളെ മാത്രം തേടി നടക്കുന്ന പോലീസ്. ചൂടാവില്ല മാഡം, കൂൾ ഡൗൺ പ്ലീസ്, റിലാക്സ്. അപ്പൊ പിന്നെ ആരായിരിക്കും? ഏതാ പെൺകുട്ടി? ഗീത, വിനോദിന്റെ കസിന്. ഇങ്ങുവാ. ഗീത, 2ാം പ്രതി വിനോദിന്റെ മുറപ്പെണ്ണ്. അവരെ കുറിച്ച് എന്തെങ്കിലും അറിയാതിരിക്കില്ല. എങ്കിൽ ഈ കുട്ടിയോടൊന്ന് ചോദിക്കല്ലേ മിസ് മേനോൻ? വിനോദിന്റെ കസിനോ അതോ വുഡ്ബിയോ? അങ്ങനെ സാർ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾക്ക് പറയത്തക്ക ബന്ധമൊന്നുമില്ല. എന്ന് വെച്ചാൽ കൊലയാളിയായ വിനോദുമായി അത്ര വലിയ ബന്ധമൊന്നുമില്ലെന്നും അഥവാ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇനിയും ആ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അർത്ഥം. ആർക്കും വ്യക്തമായിട്ടൊന്നും അറിയില്ല. എങ്കിൽ പിന്നെ 2ആൾക്കും പോവാം. എക്സ്ക്യൂസ് മീ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. കഴുത്തി കിടക്കണേ മാലയിലും കയ്യിൽ കിടക്കണേ മോതിരത്തിലും വി എന്ന ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിക്ടറി എന്ന ഇംഗ്ലീഷ് വേർഡാണോ അതോ? വിക്ടറി, അതാണ് സാർ കറക്റ്റ്. ഓക്കെ എന്നാ ശരി. അതെ, മഴയൊന്നും പെയ്യാണ്ട് എവിടുന്ന് തവള കിട്ടാനായിട്ടു? ചില തവളകള് മഴയില്ലെങ്കിലും വരും. അതെന്ത് തവളയാണ്? തവള. അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് നേരെ ഇരട്ടിയാലും ഭയമില്ലാണ്ട്. ആ കുട്ടി കുറച്ച് അടുക്കം ഒതുക്കൊള്ള ഇനി, പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രാത്രിക്കാർക്കും കൂടുതലാണ്ടു. സ്വഭാവം മാറാപ്പൊ മകരമാസം ആവണമെന്നില്ല, എപ്പോ വേണമെങ്കിലും ആവാം. കാലത്തിന്റെ ഒരു പോക്കേ, അല്ലാതെ എന്താ?
നിങ്ങൾ ആരാ? എന്തിനാ ഞങ്ങൾ ഉപദ്രവിക്കുന്നേ? രാവണൻ. നിങ്ങൾ എന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് എനിക്ക് നിങ്ങൾക്കും അല്ലാതെ ലോകത്ത് മറ്റാർക്കും അറിയില്ല, ഡിപ്പാർട്ട്മെന്റിന് പോലും. കാരണം യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണമെന്ന് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനു വേണ്ടത് പരസ്പര സഹായമാണ്. അതായത് നേരെ വാ നേരെ പോ നയം. ഐ മീൻ സ്ട്രൈറ്റ് ഫോർവേഡ്. ഗീതയ്ക്ക് ഇതിലുള്ള റോൾ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻ തെറ്റിക്കാനാണ് ഭാവമെങ്കിൽ 3 പേരും അഴിയണം. വിനോദിന്റെ മുറപ്പെണ്ണാണ് ഗീത. ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ചെന്നത് ഗീതയുടെ വീട്ടിലേക്കായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞപ്പോ കീഴടങ്ങാൻ അവൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അതിന് തയ്യാറായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന അവളുടെ ചെറിയച്ഛന്റെ വീട് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. അന്വേഷണ റിപ്പോർട്ടുകളും വിധിന്യായങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. പക്ഷെ എങ്ങനെ നിങ്ങൾ ഈ കേസിലാകപ്പെട്ടു? ഞങ്ങളെ ഈ കേസിൽ ഉൾപ്പെടുത്താനും കൊലപാതകം ഞങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന് വരുത്താനും പോലീസിനേക്കാളും കൂടുതൽ ശ്രമിച്ചത് ചില രാഷ്ട്രീയക്കാരായിരുന്നു. കൊല്ലപ്പെട്ട മുൻ മന്ത്രി കൃഷ്ണകുമാറിന്റെ പാർട്ടിയിൽ തന്നെയുള്ള എതിർ ഗ്രൂപ്പിൽപ്പെട്ട PK സുകുമാരൻ, അയാളുടെ മകൻ മാധവൻ ഞങ്ങളുടെ സഹപാഠിയായിരുന്നു. ഈ സുകുമാരൻ നിങ്ങളോട് ശത്രുത തോന്നാൻ എന്താ കാരണം? കൃഷ്ണകുമാറിന്റെ മകൾ വന്ദനയെ ഇടയ്ക്കിടെ ശല്യപ്പെടുത്തുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്യുന്നത് മാധവനൊരു ഹരമായിരുന്നു. ഇതെങ്ങനെയോ വന്ദനയുടെ അച്ഛൻ അറിഞ്ഞു. അന്ന് ഡിപ്പാർട്ട്മെന്റിൽ വളരെ സ്വാധീനം ഉണ്ടായിരുന്ന കൃഷ്ണകുമാർ പോലീസിനെ ഉപയോഗിച്ച് മാധവന് ശരിക്കൊന്ന് പെരുമാറി. അങ്ങനെ രാഷ്ട്രീയത്തിലെ മുൻ വൈരികളായിരുന്ന കൃഷ്ണകുമാറും സുകുമാരനും മക്കളുടെ പ്രശ്നത്തോടെ ബദ്ധശത്രുക്കളായിട്ട് മാറി. അന്ന് കലോത്സവം നടക്കുന്ന സമയത്ത് മാധവന്റെ കൂടെ അപരിചിതരായ 4-5 പേരുണ്ടായിരുന്നു. പ്രോഗ്രാം മാറ്റി തെറിഞ്ഞ് മാധവൻ അവരെയും കൂട്ടി വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് കൃഷ്ണകുമാറിനെ കാണാൻ നിർബന്ധിച്ചത്. നേരത്തെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നു. നിങ്ങളിപ്പോ ആരെയും സംശയിക്കേണ്ട, എല്ലാം മുകളിലുള്ളവർ തീരുമാനിച്ചോളൂ എന്നായിരുന്നു അതിനുള്ള മറുപടി. കൃഷ്ണകുമാർ കൊല്ലപ്പെട്ട് അധികം കഴിയും മുമ്പേ അയാളുടെ സ്ഥാനം സുകുമാരന് കിട്ടിയതോടെ രക്ഷപ്പെടാമെന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷയും ഇല്ലാതായി. സർ, ഞങ്ങളെ വിശ്വസിക്കണം. ഞങ്ങളൊരു അനിയന്മാരെ പോലെ കരുതി എങ്ങനെയെങ്കിലും രക്ഷിക്കണം സർ. ഇപ്പോൾ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നാൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് യഥാർത്ഥ പ്രതി നിങ്ങളെയും കാത്ത് പുറത്തു നിൽപ്പുണ്ടാവും. കാരണം നിങ്ങൾ ഇല്ലാതാകേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതായത് നിങ്ങളെ അവർ കൊല്ലാൻ മടിക്കില്ലെന്ന് പോലും അർത്ഥം. തൽക്കാലം എനിക്കൊപ്പം യഥാർത്ഥ പ്രതികളെ കിട്ടും വരെ നിങ്ങൾ ഇവിടെ താമസിക്കുന്നു. ഇതിനിടയിൽ ഇവിടെ നിന്ന് എന്നെ കബളിപ്പിച്ച് രക്ഷപ്പെടാനോ മറ്റോ ശ്രമിച്ചാൽ നിങ്ങൾ നേരത്തെ എന്നോട് റിക്വസ്റ്റ് ചെയ്തില്ലേ, ഷൂട്ട് അറ്റ് സൈൻ. അതായിരിക്കും വിധി. അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് മേലൊരു കണ്ണുണ്ട്, ദൈവത്തിന്റെ കണ്ണ്. ഇവ
ഇവന്മാരൊക്കെ ഒന്ന് നേരെ ചൊവ്വാക്കി എടുക്കാൻ ഇത്തിരി പണി ഉണ്ടല്ലേ സുന്ദര? ഓ അതല്ല തന്നെ പൊരിച്ച കാടയുടെ ഇറച്ചി മുട്ടനാടിന്റെ ചൂട് ചോരയും കുടിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അപ്പൊ കളി സ്റ്റാർട്ട് ചെയ്യാല്ലേ? കളി സ്റ്റാർട്ട് ചെയ്യാൻ അതിനോട് കളിക്കാനുള്ള ഒരു റെഡിയാണോ ഒന്ന് കേക്കട്ടെ. എന്റെ അമ്മ ഗംഭീര കളി മാധവാ മാധവാ വർഗീസ് സാറ് അടിച്ചടിച്ച ഡ്രസ്സുകളൊക്കെ ഇട്ട് കളിക്കാൻ കണക്കാക്കി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ കൂടെ റെഡിയായ മത്സരത്തിന് വിസിലു ഇതായിരുന്നു. രാവിലെ നിന്റെ തിരക്ക് ഒരുപാട് കറങ്ങി കേട്ടാ. വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞ് കാളയെ കാണുന്നു, കാളയിൽ ചെന്നപ്പോ പറഞ്ഞ് ക്ലബിൽ കാണുന്നു, ക്ലബിൽ ചെന്നപ്പോ പറഞ്ഞ് ബാറിൽ കാണുന്നു, ബാറിൽ ചെന്നപ്പോ ഈനാജ് മാപ്പിള പറഞ്ഞ് നീ കോലുമായിട്ട് കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ കാര്യം? കാര്യമുണ്ട്. നീ കൂടുതൽ പെരുപ്പിക്കല് കേട്ടാ. എന്റെ തടി വരെ കെടുത്തരുത്. ഒന്ന് വണ്ടി കയറേ. വരട്ടാ സാറേ, നമ്മളെ വിട്ട് വേറെ പണി നോക്കി. സാറേ തള്ളി നീ വറീസിന് അങ്ങാടിയിൽ ഇറക്കല്ലേ? വറീസ് അങ്ങാടിയിൽ ഇറങ്ങിയ പിന്നെ അടിയുടെ പെരുന്നാളാ. തോട്ടങ്ങാ പിന്നെ പൊളിച്ചടക്കി ഞാൻ. സുന്ദര നീ വണ്ടി കയറി. ഇത് ഞാനും ഇവനും തമ്മിലുള്ള സിംഗിൾ കളിയാ. നീ വണ്ടിയിലിരുന്ന് കളിയാണ്. നന്നായിട്ട് കളിക്കിച്ചല്ല. പോലീസും കോപ്പൊക്കെ അങ്ങ് സ്റ്റേഷനിലെ. ഇവിടെ മാധവന്റെ ഭരണ. രാവണൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന നിനക്ക് 10 തലയുണ്ടെന്നൊരു വിചാരമുണ്ട്. അത് നാട്ടുകാർക്ക്. പക്ഷെ എന്റെ മുമ്പില് നീ ഇപ്പോഴും കൊമ്പ് മുറിഞ്ഞ ഒറ്റ തലയും തന്നെയാണ്. നീ ചാലക്കുടിക്കാരൻ്റെ വേടിച്ചിട്ട പോവല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം അച്ചട്ടെ. നിലാവ് വീണ പാതിരയ്ക്ക് പനംകൂട്ടങ്ങളിലിരുന്ന് ഊഞ്ഞാലാടുന്ന യക്ഷികളെ കുറിച്ചുള്ള കഥകൾ മുത്തശ്ശിമാര് നട്ടുച്ച നേരത്ത് പറഞ്ഞെന്നാലും മതി. പകലെന്നോ രാത്രിയോ ഒന്നില്ലാതെ എപ്പ കണ്ണടച്ചുറങ്ങിയാലും പേടി സ്വപ്നമായിട്ട് അത് കാണാം. അതുപോലെ നിനക്ക് രാവണനും കാണണ്ട. കാണണം. മരുന്നിനൊരു പേടി സ്വപ്നം, അത് നിനക്ക് അത്യാവശ്യ.
ഇതാണ് രാവണൻ ഇഫക്റ്റ്. ശരിക്ക് കണ്ട് മനസ്സിലാക്കിയോ? കുറച്ച് കഴിയുമ്പോ പഠിക്കാനുണ്ടാവും. കൃഷ്ണകുമാറിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അതിനു വേണ്ട എല്ലാ പ്ലാനുകളും ഞങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്തിയതും കലോത്സവ വേദിയിൽ കൃഷ്ണകുമാറിനെ വരുത്തിയതും എല്ലാം അതിനുവേണ്ടി തന്നെയായിരുന്നു. അടുത്ത ഇലക്ഷനിൽ ജയിച്ചാൽ എന്നെ യൂണിവേഴ്സിറ്റി ചെയർമാനാക്കാമെന്ന് പാർട്ടിയിൽ രാഷ്ട്രീയപരമായ ഒരു ധാരണയുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം ത്രിമൂർത്തികൾ ഒരാളെ മത്സരിപ്പിക്കാൻ പ്രിൻസിപ്പൽ അടക്കം പലർക്കും താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ച കോളേജിൽ അവരുടെ ഇമേജ് കാരണം എന്റെ തോൽവി ഉറപ്പായിരുന്നു. ഒരു പരാജയത്തെ പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാ ഞാൻ അവനെ മുൻനിർത്തി കൃഷ്ണകുമാറിന് വേണ്ടി കണിയൊരുക്കിയത്. പക്ഷേ അതിനിടയിലാ വേറെ ആരോ കയറി കളിച്ചത്. സത്യത്തിൽ നീയും നിന്റെ കൂട്ടാളികളും ചേർന്ന് കൃഷ്ണകുമാറിനെ കൊലപ്പെടുത്തിയ ശേഷം ആ കുറ്റം 3 പാവങ്ങളുടെ മേൽ കെട്ടിവെച്ചതല്ലേ? അല്ല, ഞങ്ങളല്ല കൃഷ്ണകുമാറിനെ കൊന്നത്. ഞങ്ങൾ അയാളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ ഞങ്ങൾ ആരും അയാളെ കൊന്നിട്ടില്ല. സാർ എന്നെ വിശ്വസിക്കണം. ആരാടെ ഈ ഓപ്പറേഷൻ മാസ്റ്റർ ബ്രെയിൻ? പറടാ. അത് അച്ഛൻ. പാറയിൽ കൃഷ്ണൻ എഴുത്തച്ഛൻ മകൻ PK സുകുമാരൻ, അതായത് ഇപ്പോഴത്തെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ, നിന്റെ തന്ത. എന്ത് വേണം? ചേഞ്ച് ഒരു 15 ലക്ഷം രൂപ വേണം. തരാൻ പറ്റുമോ? നിങ്ങളോട് ചോദിച്ച എന്ത് വേണമെന്ന്? ആ മുടിയെ കഴിച്ചിരിക്കണ ആര്? സാറിന്റെ 5 ഞാൻ ഉദ്ദേശിച്ച് സാറിന്റെ സ്റ്റെപ്പിനുകളിൽ 5ാമത്തെ ആണോന്നാ. അനാവശ്യം പറയുന്നോടോ. എടോ അതിന്റെ സെക്രട്ടറിയാ. ഞങ്ങളെ ഒരു സീരിയസ് ഡിസ്കഷൻ അല്ല. അത് സാറിന്റെ ജോയിന്റ് സെക്രട്ടറി ആണോ ഡെപ്യൂട്ടി സെക്രട്ടറി ആണോ അത് അണ്ടർ സെക്രട്ടറി ആണോ? ഡിസ്കഷൻ കഴിഞ്ഞ് ചർച്ച ചൂട് പിടിച്ച് നടക്കുകയാണല്ലേ? എടോ തെമ്മാടി, പാറയിൽ സുകുമാരന്റെ മുമ്പിൽ ഇതുവരെ ആരും നീണ്ടു ഒന്നും സംസാരിച്ചിട്ടില്ല. ആ സാറിന് നൂന്ന് നിക്കാൻ സമയം കാണൂല. പക്ഷെ പോലീസുകാരനാ എനിക്ക് നൂന്ന് നിക്കാം. സുകുമാരോട് തർക്കുത്തരം പറയുന്നോടെ തെണ്ടി. മോനെ സുകുമാര, കൈ ഉയർത്താം. പക്ഷെ ലക്ഷ്യത്തിൽ കൊള്ളുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അടിക്കാവൂ. ഇതുപോലുള്ള തടസ്സങ്ങൾ ഉണ്ടാവരുത്. സുന്ദര, ഐറ്റത്തെ പോയി പിടിക്ക്. ശരീരത്തിൽ വല്ല പപ്പും മൂടി ഉണ്ടോ നോക്കണേ. നീ കയ്യോങ്ങിയതേ നിന്റെ മറ്റേടത്തെ വാച്ച്മാന്റെ അടുത്തല്ല, പോലീസുകാരനോടാ. സൂക്ഷിക്കണം. സാറേ ആനപ്പറ ലൈലേ ഇങ്ങോട്ട് മാറിയിക്കടേ. നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ. രാഷ്ട്രീയക്കാരനല്ലേ, ഏത് സമയത്ത് വേണമെങ്കിലും വാക്കും കാലും മാറാം. ഇരിക്കട്ടെ ഒരു തെളിവിന്. അനുവാദം ചോദിക്കാതെ എന്റെ ഫ്ലാറ്റിൽ കയറി അനാവശ്യം കാണിച്ചോണ്ടല്ലോ. നിന്റെ രണ്ടിനെ തൊപ്പി ധരിപ്പിക്കും. ഞാൻ ആരാണെന്ന് അറിയാണോ? സ്വന്തം പാർട്ടിയിൽപ്പെട്ട സുഹൃത്തായ നേതാവിനെ കൊലപ്പെടുത്തിയ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരും പറഞ്ഞ് രാവിലെ 10 മണിക്ക് പ്രസ് ക്ലബിൽ പത്രക്കാരെ വിളിച്ചുകൂട്ടി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം കിടക്കുമെന്ന് ഘോരം പ്രസംഗിച്ചുകൊണ്ട് പോലീസിനെ വിറപ്പിച്ച രാഷ്ട്രീയത്തിൽ ഈ പടക്കുതിരയെ അറിയാത്തവരുണ്ടോ സുകുമാര? സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നിരാഹാരം കിടക്കും എന്ന് പറഞ്ഞ എല്ലാവന്റെ കിടപ്പ് സെക്രട്ടറിയുടെ നടയിൽ. അതെന്ത് ഇവിടെ വർക്കിന്റെ ഗുണം. സൂക്ഷിച്ച് സംസാരിക്കണം. രാഷ്ട്രീയക്കാരോടുള്ള പോലീസുകാരന്റെ കളി വേണ്ട. ഗദർമുണ്ട് ഷർട്ടും ധരിച്ചാൽ രാഷ്ട്രീയക്കാരനായെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ പറഞ്ഞോ സുകുമാര. ഇത്രയും കാലം പഠിക്കാത്തൊരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പഠിപ്പിക്കാം. എന്താ പഠിക്കണോ? ഉന്നാര മകൻ മാധവൻ ഞങ്ങളുടെ തറവാട്ടിലുണ്ട്. സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ശത്രുവിനെ കൊല്ലാൻ മകന് കൊട്ടേഷൻ ഏൽപ്പിച്ച ഈ അച്ഛന്റെ കഥ മാധവൻ പറഞ്ഞു. ഇല്ല, ഞാൻ അവനെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. മാധവൻ അല്ലെങ്കിൽ പിന്നെ ആരാടാ? നെൽസനാ കൊട്ടേഷൻ എടുത്തത്. നെൽസനോ? വാഴാനി നെൽസനാ. സംഭവത്തിന് ശേഷം ഞാനിതുപോലെ അവനെ കണ്ടിട്ടില്ല. എന്നെ അന്വേഷിച്ച് വന്നിട്ടുമില്ല. അഡ്വാൻസ് മേടിച്ചു പോയതാ. എവിടെയാടാ നെൽസന്റെ വീട്? വാഴാനി ഡാമിന് അടുത്തുള്ള ചേരിയില്ല. അവനെപ്പോഴും ഇവിടെ തന്നെ. കുംഭകർണന്റെ ഉറക്കം പോലെ 6 മാസം ഇവിടെ, 6 മാസം പുറത്ത്. ആ കിട്ടി. സെപ്റ്റംബർ 14 നെൽസനെ കൊണ്ടുവന്നത്. ആ സ്ഥിതിക്ക് പോലീസുകാർ അതിന്റെ തലേന്നാള്, അതായത് സെപ്റ്റംബർ 13 അവനെ പോക്കിട്ടുണ്ടാവും. ഈ കൃഷ്ണകുമാർ കൊല്ലപ്പെട്ടെന്ന് സെപ്റ്റംബർ 15. ഓ,
15-നാണെങ്കിൽ പിന്നെ നെൽസൺ അല്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ഓക്കെ. ഹലോ. അഴിക്കും തോറും മുറുകുന്ന വല പോലെയാണ് ഈ കേസ്. നെയ്തവനെ കൊണ്ട് തന്നെ അഴിച്ചെടുക്കണം, എന്നാലേ കെട്ടഴിയൂ. കാരണം ആ കെട്ടിന്റെ സൂത്രപ്പണി അവനെ അറിയൂ. ആ ദൗത്യമാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്. ഈ താക്കോൽ കൂട്ടം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? കൊല്ലപ്പെട്ട ജസ്റ്റിസ് രാഘവമേനോന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ താക്കോൽ കൂട്ടം. ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണുപോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു താക്കോലിനെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല സാർ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ അകത്ത് കയറി? ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ ജഡ്ജിയുടെ വീടിന് മുൻവാതിൽ തുറന്നു കിടക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ താക്കോലിന് മറ്റൊരു അവകാശം കൂടിയുണ്ട്. അതാര്? സാർ, ഒരു സംശയമുണ്ട്. കൊല നടത്തിയ ആളുടെ ഉദ്ദേശം കളവാണെങ്കിലോ? ഇന്നലത്തെ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. ആലുവയിൽ നിന്ന് പോലീസ് പിടികൂടിയ താക്കോൽ ചേറു എന്നൊരു കള്ളനെ കുറിച്ച്. ഞാനും വായിച്ചിരുന്നു. എങ്കിലൊരു പക്ഷേ ഈ താക്കോൽ ചേറുവിൻ്റെതായിക്കൂടെ സാർ? ആവാലോ. കൊലപാതകത്തിന് പിന്നിൽ കളവിന് വന്ന ചേറു തന്നെ ആവാം. നൂറെണ്ണായ സാറേ? താൻ പോയ കാര്യം എന്തായി? പോയ കാര്യങ്ങളെല്ലാം റെഡി. വിരലയുടെ ആളുകൾ ചേറുവിന്റെ തന്നെ. താങ്ക് ഗോഡ്. സാർ, ഈ ചേറുപ്പ് എവിടെയുണ്ട്? ഒരു മോഷണ കേസിന്റെ തെളിവെടുപ്പിനായി അവ ഇപ്പൊ കസ്റ്റഡിയിലുണ്ട്. എങ്കിൽ പൊക്കാം ഈ സാധനം. ഇതല്ലടോ ചേറുവിനെ. സാറേ, ഇത് എന്തിന് മീശ? അത് ആലിന്റെ സാറേന്ന് നീ വിളിച്ചത് എന്തൊരർത്ഥത്തില്? സാറെന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അമ്മേനെ കൊല്ലലെന്നോ? ലോകത്ത് എന്ത് കേസ് വേണമെങ്കിലും എന്റെ മേലെ കെട്ടിവെച്ചോളൂ സാറേ. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ വിമാനം കൊണ്ട് ഇടിച്ച് തകർത്തത് നീയാണ്. അത് ഞാനാണ്. ആ അതെന്ന് കേട്ടല്ലേ? സത്യം പറയാൻ തുടങ്ങി. ഇനി സാറ് മണിമണിയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. ഉത്തരം പറയും. സത്യം പറഞ്ഞ ചേറുവിനെ ഞങ്ങൾ ജയിലിലേക്ക് അയക്കും. സത്യം പറഞ്ഞില്ലെങ്കിൽ പരലോകത്തേക്ക് അയക്കും. ഇതിലേത് വേണമെന്ന് ചേറുന്ന് തീരുമാനിക്കാം. ഈ താക്കോൽ കൂട്ടാരുടേതാ. ആ, കൊല്ലപ്പെട്ട ജഡ്ജിയുടെ വീട്ടില് ചേറു എന്തിനാ പോയത്? കളവ് നടത്താനോ അതോ കൊലപാതകം ചെയ്യാനോ? ഞാൻ പോയില്ല കാര്യം ശരിയാ. എനിക്കൊരു വാശിയുണ്ട്. എന്നെ ഏതെങ്കിലും കേസിൽ പിടിച്ച പോലീസുകാരന്റെ വീട്ടിലോ ശിക്ഷ വെച്ച ജഡ്ജിന്റെ വീട്ടിലോ പലവളിൽ എറിഞ്ഞ ഉടനെ കയറി മോഷ്ടിച്ച് പ്രതികാരം ചെയ്യുമെന്ന്. ഇത് കഴിഞ്ഞ തവണ ഞാൻ കയറിയത് എന്നെ ശിക്ഷിച്ച ജഡ്ജിയമ്മാന്റെ ബംഗ്ലാവിലായിരുന്നു. പക്ഷെ വീട് തെറ്റി ഇത്തവണ മരിച്ച അമ്മാന്റെ വീട്ടിലാണ് ഞാൻ കയറിയത്. വീട് തെറ്റിയാലും കയറിയ ജഡ്ജിന്റെ വീട്ടിലാണല്ലോ. ഏതായാലും വന്ന ശരിക്ക് ഞാൻ എന്റെ മാന്ത്രിക താക്കോൽ കൊണ്ട് കഥകു തുറന്നു. ഓരോ കളവ് ചെയ്യുമ്പോഴും എനിക്കൊരു തരം ആവേശമായിരുന്നു. ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ജഡ്ജിയുടെ വീട്ടിൽ ഞാൻ കയറിയത്. പൊതുവെ കള്ളന്മാര് കളവിന് ഏത് വീട്ടിൽ കയറിയാൽ ഉടനെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും വാതിലുകൾ തുറന്നെടുക്കുക പതിവാണ്. അതുപോലെ ഞാനും വന്ന അടുക്കള വാതിൽ തുറന്നിട്ട ശേഷമാണ് ജഡ്ജിൽ മുറി കയറിയത്. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ജഡ്ജിയമ്മാൻ ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അപകടം മണത്ത ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടുവാൻ തീരുമാനിച്ചു. സത്യമാണ് സാറന്മാരെ, ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ജസ്റ്റിസിന്റെ കൊലപാതകത്തിൽ ചേറുവിന് യാതൊരു പങ്കില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് കൊലയാളിയെ കണ്ടാൽ ചേറുവിന് തിരിച്ചറിയാൻ കഴിയും. പ്രതിയെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളോ മറ്റോ? അറിയില്ല സാർ, എനിക്കൊന്നും അറിയില്ല. ഒന്നും ഓർമ്മയില്ല. കാര്യങ്ങളൊന്ന് കലങ്ങി തെളിയുന്നത് വരെ ഈ താക്കോൽ ചേറ് നമ്മുടെ പൂട്ടിനകത്തിരിക്കട്ടെ. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? ഞാൻ നാളെ ഒറ്റപ്പാലത്തെ തറവാട്ടിലേക്ക് പോവാ. മിക്കവാറും ഞാൻ ഇനി കൊച്ചിയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല. അതെന്താ ഇത്ര പെട്ടെന്നൊരു തീരുമാനം? എന്റെ ലീവ് വേക്കൻസി കഴിഞ്ഞു. മറ്റൊരാൾക്ക് പകരക്കാരിയായിരുന്നു ഇത്രയും നാൾ. പിന്നെ അച്ഛൻ ബാംഗ്ലൂരിൽ മറ്റൊരു ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ടിയർ കോഫി? കോഫി മതി. 2 കോഫി കൂടെ എന്തെങ്കിലും സ്നാക്സ് ആയിക്കോട്ടെ. ഞാൻ വിളിപ്പിച്ചതിന് മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. വളരെ ചുരുങ്ങിയ കാലത്തെ പരിചയമുള്ളെങ്കിലും എന്നെ വളരെ അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു രാജീവും സണ്ണിയും വിനുവും. കഴിയുമെങ്കിൽ സത്യാവസ്ഥ കണ്ടുപിടിച്ച് അവരെ പുറത്തു കൊണ്ടുവരണം. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും
ഏതാനും നാളുകൾക്കുള്ളിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അവരെ കുറിച്ച് എന്തെങ്കിലും? അവരെന്റെ കസ്റ്റഡിയിലുണ്ട്. റിയലി? എനിക്ക് അവരൊന്ന് കാണാൻ കഴിയോ? ഓഫ്കോഴ്സ്. വേണമെങ്കിൽ രാധികയുടെ യാത്രയപ്പിന് ഞാൻ അവരെയും കൂട്ടി വരാം. ഞങ്ങൾക്ക് തന്റെ മുത്തശ്ശി ഒന്ന് കാണാമല്ലോ, വിരോധമൊന്നുമില്ലല്ലോ. ഓ, സന്തോഷമുള്ളൂ. എങ്കിൽ നാളെ നമ്മൾ ഒറ്റപ്പാലത്തെ തറവാട്ടിൽ ഒത്തുകൂടും. കോളേജിൽ വന്നൊരു പോലീസുകാരെ ഭീഷണിപ്പെടുത്തി പോയെന്ന് രാധിക ഫോണിലൂടെ പറഞ്ഞപ്പോ ഞാൻ കരുതി വലിയ ദേഷ്യക്കാരനാവുന്നു. ചിലപ്പോ ചില നമ്പറുകളൊക്കെ ഇറക്കും, അത്രേ ഉള്ളൂ മുത്തശ്ശി. പോലീസുകാര് മനുഷ്യരല്ലേ? അതന്നെ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞത്. പിന്നെ ആളുകളെ കൊന്ന കേസൊക്കെ ആകുമ്പോ ഇത്തിരി ഭയപ്പെടുത്തൊക്കെ വേണ്ട കേസ് തെളിയിക്കാൻ. അല്ലെങ്കിൽ പിന്നെ പോലീസ് എന്തും പോലീസ്. കൃഷ്ണനും രാഘവനൊക്കെ വലിയ കൂട്ടായിരുന്നു, ഈ കുട്ടികളെ പോലെ തന്നെ. അവര് 3 പേരായിരുന്നു കൂട്ടുകാര്. അതിനിപ്പോ 2 പോയി. ഇതിപ്പോ ആരാണോ ഊണ് കഴിക്കുന്ന നേരത്ത് വിളിക്കുന്നത്? ഹലോ ഹലോ, ആ കൊടുക്കാം. വർഗീസിനുള്ളതാ. ഇവിടെ മൊബൈലിന് റേഞ്ച് ഇല്ലാത്തോണ്ട് ഇവിടുത്തെ നമ്പർ കൊടുത്തതാ. ഹലോ, എവിടെ വെച്ച്? ഓക്കെ, ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാൽ ഉടനെ 4 കൂട്ടിയുള്ളൊരു നോക്ക്. രാധികയുടെ മുത്തശ്ശൻ അതൊരു ശീല. എന്നാലേ ഊണ് കഴിച്ചു എന്നുള്ളൊരു തൃപ്തി മൂപ്പർക്ക് ഉണ്ടാവും. എന്നിട്ട് വിശാലമായിട്ടൊരു ഉറക്ക. ആരെ മുത്തശ്ശി വിശാലം? പോലീസുകാരൻ വലിയ തമാശക്കാരനാണല്ലേ. ഈ വിശാലം എന്ന് വെച്ചാ വിസ്തരിച്ചൊരു ഉറക്കം, അത്രേ ഉള്ളൂ. അല്ല, മുത്തശ്ശി നേരത്തെ പറഞ്ഞില്ലേ മരിച്ചുപോയ കൃഷ്ണകുമാറിന്റെയും രാഘവമ്മന്റെയും ഉറ്റ സുഹൃത്തായ വേറൊരാളെ കുറിച്ച്? എന്താ പുള്ളിക്കാരന്റെ പേര്? അയാളും തന്നെ പോലൊരു പോലീസുകാരനായിരുന്നു, ഒരു DYSP. കൃഷ്ണനും രാഘവനും ഒക്കെ ആർക്കെന്ന് അയാളെ വിളിക്ക. മുഴുവൻ പേര് ശരിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഇപ്പൊ ജോലിയൊക്കെ രാജിവെച്ച് തിരുവനന്തപുരത്താന്നാ തോന്നുന്നു. ആ ഫോട്ടോയിൽ കാണുന്നതാ ആ 3 പേരും. എന്തരടെ ഒരു താമസം? കുക്കുക്കെന്ന് സാറ് പറഞ്ഞപ്പോ ഞാൻ കരുതി ഒരു പുലിയാണ്. ഇവ പൂച്ച പോലും അല്ല കേട്ടാ. എന്തരടെ ഇത്? മലമറിക്കണ ജ്വാല കഴിഞ്ഞ് വരണ പോലെ ഉണ്ടല്ലേ. വെറുതെ തിന്നാ നീ ഇങ്ങനെ വേർക്കോ? ഇനി സമയം കളത് അടുത്ത എന്റെ പണി തുടങ്ങും. മുട്ട തീർന്നു. അതും തീർന്നോ? ഇനി ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലൊരു അവതാരം ഉണ്ടായ മുട്ടയല്ല, കോഴി പോലും തീർന്നു. എന്തരടെ ഇരുന്ന് പിറുപിറുക്കണത്? അല്ല, അത് കോഴി ഉണ്ടെങ്കിൽ മുട്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയായിരുന്നു. തന്നെ കോഴി ഉണ്ടായിരുന്ന ഓർഡർ ചെയ്യായിരുന്നു 4 മുട്ട. എന്റെ കരിക്കേ സമ്മച്ചി, എന്റെ കസ്റ്റഡി കിട്ടാത്ത യവന്മാരുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ അവനൊക്കെ ലോക്കപ്പിൽ മുട്ട ഇടിച്ചേനെ. തള്ളേ, SI സുന്ദരത്തിന്റെ കൂടെയാണ് കളി. എഴുന്നേറ്റ് അപ്പൊ എന്നെ പ്യാടിയുണ്ട്. പിന്നെ പ്യാടിയുണ്ട് സാർ. ഇപ്പൊ ഒന്ന് 34 കൊല്ലായി. ഇനി വന്നേ. വന്നിട്ട് ജീവിതത്തിൽ പലതും അൺഎക്സ്പെക്ടഡ് ആണല്ലോ സുന്ദര. വളരെ ശരിയാണ്. ഞാൻ മുട്ട നിന്നോണ്ടിരിക്കുമ്പോ സാർ വരുമെന്ന് നിരീക്ഷിച്ചില്ല. അതല്ലടോ സുന്ദര, പ്രതീക്ഷിക്കാത്തൊരു വഴിത്തിരിവാണ് ഈ കേസന്വേഷണത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് പിടിച്ചു കയറാൻ ഒരു കച്ചുതുരുമ്പായി RK എന്ന R കൃഷ്ണമൂർത്തി. അമ്മച്ചയാണ് ഒരു പുല്ലും എനിക്ക് മനസ്സിലായില്ല. അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്നാണല്ലോ പ്രമാണം. നമുക്ക് അന്വേഷിക്കാം, അല്ലേ സുന്ദര? സാർ, ഈ മൂർത്തി സാറിന്റെ കാര്യമാണോ സാർ പറഞ്ഞത്? സുന്ദരൻ ഇദ്ദേഹത്തെ നേരത്തെ അറിയാമോ? അത്രയ്ക്ക് ഫേമസ് അല്ലേ മൂർത്തി സാറ്? ഞാൻ 3 സർവീസ് ASI ജോയിൻ ചെയ്യുമ്പോ അവിടുത്തെ CI ആയിരുന്നു ഈശ്വര വാര്യർ. അടിമാലി വെച്ച് 10,000 ലിറ്റർ സ്പിരിറ്റ് പിടിച്ച് പിറ്റേന്ന് കോടതി ഹാജരാക്കിയപ്പോ എന്റെ തള്ളേ എന്തൊരു മറിമായം. വണ്ടിയിൽ സ്പിരിറ്റിന് പകരം 10,000 ലിറ്റർ പച്ചവെള്ളം. പൈപ്പിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തിയതിൽ കോടതി വക ചകാരം വേറെ. അന്ന് രാത്രിക്ക് രാത്രി സ്പിരിറ്റ് പച്ചവെള്ളാക്കിയ വേന്ദ്രനാണ് ഈ RK. ആട്ടെ, ഈശ്വരവാര്യർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചത്തുപോയി, ഒരു ആക്സിഡന്റിൽ പെട്ട്. തട്ടിക്കളഞ്ഞാണെന്നാണ് ഡിപ്പാർട്ട്മെന്റ് സംസാരം. അതിന്റെ പിന്നിൽ RK ആണെന്നാണ് കിംവദന്തി. അപ്പൊ ഈ RK ആള് കൊള്ളാലോ. എങ്കിൽ അയാളെ കണ്ടിട്ട് തന്നെ കാര്യം.
കൃഷ്ണമൂർത്തി സാറില്ലേ? ഇല്ല, തഞ്ചാവൂർക്ക് പോയിരിക്കുക. ആരാ? എല്ലാം ഈ കാർഡിലുണ്ട്. വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ നമ്പറോ മറ്റോ? നമ്പറുണ്ട്, പക്ഷെ അത് എനിക്കറിയത്തില്ല. ദിവസത്തിൽ 1-2 തവണ ഇങ്ങോട്ട് വിളിക്കുക പതിവ്. മറക്കാതെ പറയണം. ഓ ശരി സാർ. എത്തിയോ? ആ വർഗീസേ, CM ഇപ്പോഴെത്തും. പുള്ളിക്കാരനാകെ ചൂടില്ല. 1-2 തവണ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചിരുന്നു. ഇതുവരെയുള്ള പ്രോഗ്രസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിച്ചതാ. എവിടെ കടിച്ചു കയറാൻ വരിക. അതുപോട്ടെ, നീ വന്നേ. അന്വേഷണത്തിൽ പുതിയ ട്രെയിനിങ് എന്തെങ്കിലും ഉണ്ട് സാർ. കൊല്ലപ്പെട്ട രണ്ടുപേരും വർഷങ്ങൾക്ക് മുമ്പ് അടുത്ത സുഹൃത്തുക്കളായിരുന്നു. മാത്രമല്ല ആ കൂട്ടത്തിൽ അവർ രണ്ടുപേരും കൂടാതെ മൂന്നാമതൊരാൾ കൂടിയുണ്ട്. ആർക്കെ? അതാരാ? ആർ കൃഷ്ണമൂർത്തി എന്ന റിട്ടയർഡ് DSP. ഏതാനും നാളുകൾക്കുള്ളിൽ ഈ ആർക്കെയും കൊല്ലപ്പെട്ടു. അതൊക്കെ പിന്നെ ഇതിന് മാത്രം ഒരു കുറവും വരുത്തരുത്. നേരത്തെ തന്നെ എഴുന്നല്ലോടോ. താൻ എന്തൊക്കെയാടോ ഈ കാണിച്ചു കൂട്ടുന്നേ? കേസ് അന്വേഷണം എന്ന് പറഞ്ഞിറങ്ങിയിട്ട് കുറെ നാളായല്ലോ. എന്തായിരുന്നു കെട്ടിഘോഷം? വലിയ രാവണനാണത്രേ. രാവണന്റെ ഒരു തലയിലെങ്കിലും അല്പം എന്തെങ്കിലും വേണ്ടേ? അല്ല സാർ, വർഗീസ് മിടുക്കനാണ് സാർ. എ സ്മാർട്ട് ഓഫീസർ. അതല്ലടോ, കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഇനിയും കേസിന്റെ ഗതി ഇതാണെങ്കിൽ എനിക്ക് മറിച്ചൊരു തീരുമാനം എടുക്കേണ്ടി വരും. ലോക്കൽ പോലീസ് എന്ന് ലോക്കൽ പോലീസ് തന്നെടോ. വെറുതെ അല്ല പത്രക്കാർ പോലും CBI എന്ന് പറയും. ക്ഷമിക്കണം സാർ, മഞ്ഞും മഴയും കൊണ്ട് അനാഥ പ്രേതങ്ങൾക്ക് പോലും കാവൽ നിന്ന പോലീസുകാരന് ഈ നാട്ടിൽ ഒരു നാറിയുടെ വില പോലും ഇല്ലാതായി പോയത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. അത് ഭരണം കൈയാളുന്ന രാഷ്ട്രീയ വർഗത്തിന് അംഗീകരിക്കാനുള്ള കപട മനസ്സിന്റെ കുഴപ്പമാണ്. പദവിയും അംഗീകാരങ്ങളും മറന്ന് ഒരു മെയ്യോടെ മുന്നോട്ട് നീങ്ങിയാൽ ഏത് തെളിയിക്കാത്ത കേസും രാഖി രാമാനം തെളിയിക്കാൻ കഴിയും. അത് അംഗീകരിക്കാനുള്ള വിശാല മനസ്സുണ്ടെങ്കിൽ അതിനൊരു തുടക്കം ഞാൻ കുറിക്കാം. വിത്തിൻ 1 വീക്ക് ശത്രുവിന്റെ മുമ്പിൽ മരണമായി കീഴടങ്ങിയില്ലെങ്കിൽ ശത്രുവിനും കൊണ്ട് വർഗീസ് വരും. വന്നിരിക്കും സാർ. പേടിച്ചു പോയോ? ഞാനവനെ ചൂടാക്കിയതല്ലേ. അവൻ മിടുക്കനാ സാർ. ഓക്കെ സാർ. ഇതെന്തെല്ലാരും ഇങ്ങനെ ഇരിക്കണേ? കഴിച്ചു തുടങ്ങായിരുന്നില്ലേ? സാറ് വരട്ടെന്ന് കരുതി. അയ്യോ സോറി, ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് എനിക്ക് ഡയറ്റാ. അട്ടെ, ഇന്ന് എന്താ സ്പെഷ്യല്? ചപ്പാത്തിയും കുറുമയാണ്. ആ സൂപ്പർ. ആരാ കുക്ക്? രാജീവ. അപ്പൊ പാലാരി വട്ടത്തൊരു തട്ടുകട തുടങ്ങിയാലും രക്ഷപ്പെടുമെന്ന് അർത്ഥം. കൃഷ്ണകുമാറിന്റെയും ജസ്റ്റിസ് രാഘവന്റെയും ഉറ്റ സുഹൃത്തായ RK എന്ന ആർ കൃഷ്ണമൂർത്തി എന്നെ കാണാൻ ഈ 25-ാം തീയതി വൈകിട്ട് ഇവിടെ എത്തും. ഒരുപക്ഷെ അയാളിൽ നിന്നും കൊല്ലപ്പെട്ടവർക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് അറിയാനും കഴിയും. അതുകൊണ്ട് ചിലപ്പോ ഈ കേസിൽ RK നമുക്കൊരു രക്ഷകനാകാനും മതി. ഒരു ഒഫീഷ്യൽ മീറ്റിംഗിന് അർജന്റായി പോകാനുള്ളത് കൊണ്ട് ഞാനും SI സുന്ദരൻ എന്ന സ്ഥലത്തുണ്ടാവില്ല. എന്നാലും RK ബീച്ച് റെസ്റ്റ് ഹൗസിൽ താമസിപ്പിക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും RKയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ ഉപകരിക്കും. എല്ലാം കലങ്ങി തെളിയും.
മിടുക്കൻ. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ മുമ്പേ തന്നെ കൊല്ലാമായിരുന്നു. പക്ഷെ ഞാൻ അതിന് മുതിരായിരുന്നത് എന്റെ ലക്ഷ്യം ആർക്കെ മാത്രമായിരുന്നു. ഇനി നിങ്ങൾ ജീവിച്ചിരുന്നാൽ എനിക്കാണത് അപകടം. ആണത്തമുണ്ടെങ്കിൽ നീ ഈ കളിയിൽ ജയിക്കും. വെക്കടാ വെടി. ഞാൻ അന്വേഷിക്കുന്ന ശത്രു എനിക്കൊപ്പമുണ്ടെന്ന് സംശയം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു നാടകം കളിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തിനും ഏതിനും മേലെ ഒരു കണ്ണുണ്ടെന്ന്, ദൈവത്തിന്റെ കണ്ണ്. കേസിന്റെ അന്വേഷണം വഴിവിട്ടു പോകുന്നത് കണ്ടപ്പോൾ തന്നെ ഉള്ളിൽ തോന്നി തുടങ്ങിയതാണ് ചില സംശയങ്ങൾ. പക്ഷെ വ്യക്തമായ തെളിവുകളും സാഹചര്യങ്ങളും ഇല്ലാതെ വലയിൽ കുരുങ്ങിയ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ ഇനിയും ഹാജരാക്കിയാൽ ഒരുപക്ഷെ മുൻകാല സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് രക്ഷപ്പെടാനുള്ള സാധ്യത ഏറെയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നത്. ഒഫീഷ്യൽ മീറ്റിംഗ് ആണെന്ന് കളവ് പറഞ്ഞ് ഞാൻ നേരെ പോയത് നിങ്ങളുടെ 3 പേരുടെയും വീട്ടിലേക്കായിരുന്നു. കുടുംബ ബന്ധങ്ങൾക്കിടയിലെ സ്നേഹത്തിന്റെ കഥ കേട്ടപ്പോഴും നിങ്ങൾ ഒരിക്കലും എനിക്ക് സംശയം തോന്നിയില്ല. പക്ഷെ നിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോരാൻ നേരത്താണ് ചില സംശയങ്ങൾ എന്നിൽ മുളപ്പൊട്ടാൻ തുടങ്ങിയത്. നിന്റെ ഭൂതകാലത്തെ കുറിച്ച് പറയാൻ അമ്മ വല്ലാതെ ഭയപ്പെടുന്നത് ഞാൻ കണ്ടു. കൃഷ്ണകുമാറിനെയും ജസ്റ്റിസിനെയും കൊന്നത് ഒരാൾ തന്നെയാണെങ്കിൽ അയാൾ തന്നെ ആർക്കെയെ കൊല്ലാൻ വരുമെന്ന് ഞാൻ ഊഹിച്ചു. പറയടാ, നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. കൃഷ്ണകുമാറിനെ കൊന്ന നീയല്ലേ? അതെ, ഞാൻ തന്നെയാണ്. കൃഷ്ണകുമാറിനെ മാത്രമല്ല, ജസ്റ്റിസ് രാഘവനെ കൊന്ന ഞാനാ. എന്റെ കാത്തിരിപ്പിനൊടുവിൽ വീണ് കിട്ടിയ ഒരു സന്ദർഭം പോലെയായിരുന്നു ഇന്റർസോൺ കലോത്സവത്തിൽ മുൻ മന്ത്രി കൃഷ്ണകുമാർ യാദൃശ്ചികമായി എത്തിയത്. അന്ന് നടക്കേണ്ടിയിരുന്ന ഞങ്ങളുടെ പ്രോഗ്രാം മാറ്റിവെച്ചെന്നുള്ള നിസ്സാര കാര്യത്തിന് ഞങ്ങളെക്കാളേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാധവനായിരുന്നു താല്പര്യം. ഇതിനു പിന്നിൽ ആസൂത്രിതമായ ഒരു നീക്കമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാധവനെ മുൻനിർത്തി ഒരു കളി കളിക്കാൻ ഞാൻ തീരുമാനിച്ചു. കറണ്ട് പോയ നേരത്ത് കൃഷ്ണകുമാറിനെ കൊലപ്പെടുത്തിയത് ഞാനായിരുന്നു. എന്റെ സുഹൃത്തുക്കൾ പോലും അറിയാതെ ഞാനത് ചെയ്തു. പിന്നെ എന്റെ അടുത്ത ലക്ഷ്യം ജസ്റ്റിസ് രാഘവ മേനോനായിരുന്നു. പോലീസിനെ വെട്ടിച്ച് ഞങ്ങൾ അന്ന് നേരെ പോയത് ജസ്റ്റിസിന്റെ വീട്ടിലേക്കായിരുന്നു. നമ്മൾ 3 പേരും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ജഡ്ജി ചിലപ്പോൾ ബഹളം വെച്ചാലോ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുക. ഞാൻ എങ്ങനെയും പോയി കാര്യങ്ങൾ ധരിപ്പിച്ച് നിങ്ങളെ വിളിക്കാം. അതിനിടയിൽ പോലീസ് എങ്ങാനും വന്നാൽ മാറി നിൽക്കണം. സംഗതി ആകെ പ്രശ്നമാണ്. നമുക്ക് വേഗം രക്ഷപ്പെടാം. ജഡ്ജി ആരോ കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നു. പറയൂ, എന്തിനു വേണ്ടി നീ അത് ചെയ്തേ? എന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനൊരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. അച്ഛന്റെ മരണം ശരിക്കും പറഞ്ഞ കുടുംബത്തെ മൊത്തം തളർത്തി കളഞ്ഞു. എങ്കിലും ഞങ്ങൾ പിടിച്ചു നിന്നു. പക്ഷെ വിധി ഞങ്ങളെ നിഴല് പോലെ തന്നെ പിന്തുടർന്നു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സമയത്തായിരുന്നു ഒരു ടൈഫോയിഡ് വന്ന് എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തത്. മരിക്കുമെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത്. ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല, ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ എൻ്റെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നീട് പല ചികിത്സകളും നടത്തിയെങ്കിലും ഒരു അന്ധനായി ജീവിക്കാനായിരുന്നു എൻ്റെ വിധി. സാമ്പത്തികമായി ഞങ്ങൾ ഒരുപാട് തകർന്ന സമയം. പാടാൻ കഴിവുണ്ടായിരുന്ന എന്നെ സംഗീതം പഠിപ്പിച്ചിരുന്ന മാസ്റ്റർ തന്നെ ഒരു ഗാനമേള ട്രൂപ്പിൽ ചേർത്തു. അതോടുകൂടി ഞാൻ പല സ്ഥലങ്ങളിലും അവർക്കൊപ്പം പാടാൻ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിന് വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞ് ശിവൻകുട്ടി എന്നൊരാൾക്ക് ആത്മീയമുണ്ടെന്ന് വാർഡൻ പറഞ്ഞത്. 5 മിനിറ്റ് അനുവദിച്ചിട്ടുള്ളൂ. ഞാൻ ശിവൻകുട്ടി ചെയ്യാത്ത തെറ്റിന് വിശ്വസിച്ചവർ തന്നെ ചതിച്ചുകൊണ്ട് ഒരിക്കൽ തന്നെ ശിക്ഷ അനുഭവിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നെ തൂക്കിലേറ്റും.
മരണത്തിന് കീഴടങ്ങും മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മരണശേഷം എന്റെ കണ്ണുകൾ ഞാൻ നിനക്ക് തരട്ടെ. എനിക്കെന്താ പറയണ്ടേന്നറിയില്ല. കാരണം നിങ്ങളുടെ ജീവനേക്കാൾ വലുതൊന്നല്ല എന്റെ കാഴ്ച. പക്ഷേ അറിയാം, ഒരു കാലത്ത് ലോകം മുഴുവൻ നോക്കി കാണുകയും പിന്നൊരു സുപ്രഭാതത്തിൽ കാഴ്ച നഷ്ടപ്പെടുമ്പോഴും ഉണ്ടാകുന്ന വേദന അതെനിക്ക് മനസ്സിലാവും. ഞാനൊരു ഉപകാരം ചെയ്യുന്നതിന് പകരം രാജീവ് എനിക്കെന്ത് തരും? ഒരു കൊച്ചു പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് ബുദ്ധിപൂർവ്വം ആ കൊലക്കുറ്റം തന്റെ പേരിലാക്കി തനിക്ക് വധശിക്ഷയും വാങ്ങിത്തന്ന 3 മാന്യന്മാരുടെ ജീവനായിരുന്നു അന്ന് ശിവൻകുട്ടി എന്നോട് പ്രതിഫലമായി ആവശ്യപ്പെട്ടത്. വീണ്ടും ലോകം കാണാനുള്ള ആർത്തി കൊണ്ടൊന്നല്ല ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തത്. നിസ്സഹായനായ ശിവൻകുട്ടിക്ക് വേണ്ടി, അയാളുടെ തകർന്നുപോയ കുടുംബത്തിന് വേണ്ടി ഞാൻ അത് ഏറ്റെടുത്തു. അതുമാത്രമായിരുന്നു ചിറ്റേത്ത് തറവാട്ടിലെ സത്യസന്ധനായ പോലീസ് ഓഫീസർ ഈശ്വര വാര്യരുടെ മകൻ രാജീവ് വാര്യരുടെ ഉദ്ദേശം. അന്ന് രാത്രിയിൽ ആരും അറിയാതെ പോയ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ട കൃഷ്ണകുമാറും രാഘവനനും ഇപ്പോൾ നീ തേടി നടക്കുന്ന ആർക്കെയും ചേർന്ന് ഒരു കൊച്ചു പെൺകുട്ടിയോട് നടത്തിയ ക്രൂരത കണ്ട് സഹിക്കാൻ കഴിയാതെ ശിവൻകുട്ടി വിളിച്ചു പറഞ്ഞത് ഈശ്വര വാര്യർ എന്ന പോലീസ് ഓഫീസറോടായിരുന്നു. അദ്ദേഹം ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഈശ്വര വാര്യരെ, അതായത് നിന്റെ അച്ഛൻ ഇല്ലാതാക്കുകയും ആ കൊലപാതകം പോലീസ് രേഖകളിലും മാധ്യമങ്ങളിലും ഒരു സാധാരണ ആക്സിഡന്റ് ആക്കി വരുത്തി തീർക്കുകയും പിന്നീട് തങ്ങളെ ഒറ്റുകൊടുത്ത ശിവൻകുട്ടിയെ തന്നെ ആ കേസിൽ പ്രതിയാക്കി രക്ഷപ്പെടുകയും ചെയ്ത 3 ബുദ്ധിരാക്ഷസന്മാരുടെ ഞെട്ടിപ്പിക്കുന്ന കഥ. ഇതെല്ലാം ശിവൻകുട്ടി സ്വന്തം ഭാര്യയോട് മാത്രമല്ല നിന്നോടും പറഞ്ഞിരുന്നു. അതല്ലേ അതിന്റെ ശരി? ശരിയാണ് സാർ അറിഞ്ഞതെല്ലാം ശരിയാണ്. എന്റെ അച്ഛനെ കൊലപ്പെടുത്താൻ കൂട്ടുന്ന 2 പേരെ ഞാൻ കൊന്നു. പക്ഷെ ആർക്കെ അവനാണ് യഥാർത്ഥ കൊലയാളി. കൊല്ലും ഞാൻ അവനെ. സാറിനെ തടയരുത്. Welcome, Mr. Ravanan, a man with extraordinary power. I know. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ ഏത് കൊലകൊമ്പന്റെ വീട്ടിലും ചങ്കുറപ്പോടെ കയറി വരാൻ ധൈര്യമുള്ള വർഗീസ് എന്ന നസ്രാണി പയ്യനെ കുറിച്ച് നേരത്തെ തന്നെ കേട്ടിരുന്നു. ഏത് ഭൂമി മലയാളത്തിൽ ഒളിച്ചു പോയാലും എന്നെയും തേടി വർഗീസ് വരുമെന്ന് തഞ്ചാവൂർ ചെന്നപ്പോ ശാസ്ത്രികൾ പറഞ്ഞു. തന്റെ ഈ വരവിന്റെ ഉദ്ദേശം തന്നെക്കാളും നന്നായി എനിക്കറിയാം. അതാണ് ഈ ആർക്കയുടെ 6th സെൻസ്. ഹേ രാവണ, നിന്റെ 10 തലയേക്കാളും ഇരട്ടി കൈകളാണ് ഈ ഒരു ആയുസ് കൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത്. അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് നടന്നു കയറരുത്. അറിയാം, നല്ലതുപോലെ അറിയാം. ഒരു കാലത്ത് ഡിപ്പാർട്ട്മെന്റ് DGP വരെ വിറപ്പിച്ചിരുന്ന DYSP. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ തെളിവുകളില്ലാത്ത കുറ്റത്തിന് എന്ത് ശിക്ഷയാണ് മിസ്റ്റർ വർഗീസ് ആന്റണി? തെളിവുകൾ ഉണ്ടാർക്കെ വിത്ത് സോളിഡ് പ്രൂഫ്. രാജീവ് എവിടെ? നാക്കർ, നീചക്രൂര ശത്രുസംഹാര യോദ്ധാവായ എടപ്പള്ളിപ്പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസേ, നീയും വർഗീസ്, ഞാനും വർഗീസ്. നിനക്ക് വേണ്ടി ഈ കൊട്ടേഷൻ ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കാം.
ബോർഡെന്ന വാക്കിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന അർത്ഥം കൂടി നീ അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ ഇനിയുള്ള കാലമെങ്കിലും നിനക്ക് നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുള്ള പാഠമാവും അത്. നിനക്ക് മുകളിൽ ഒരാളുള്ള കാര്യം നീ അറിഞ്ഞിരിക്കണം. എല്ലാം അറിയാവുന്ന ഒരു വിധികർത്താവ്. ജോലി ഉണ്ടാക്കി സാറേ, അവനെ നമ്മുടെ കുടുംബ വീട്ടിലോട്ട് കൊണ്ടുപോട്ടോ. അതല്ലേ എന്റെ ശരി. കൊണ്ടുപോ സാറേ. ഞാൻ താമസിച്ചില്ലല്ലേ. നേരത്തെ ഏറി വന്നോട്ടോ. വല്ല ഇടിയും മാറിക്കൊണ്ട് മണ്ട കലയിൽ പോലും ഒന്ന് പ്യാടിച്ചിട്ടാണ് മനഃപൂർവ്വം താമസിച്ചത്. എന്നില്ല സാറേ, സാറിന്റെ രാവണ എഫക്റ്റിനെ കുറിച്ച് ആളുകൾ ഓരോന്ന് പറയുന്നത് ശരി തന്നെ. അതിസുന്ദരനൊന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. വേണ്ട സുന്ദര, അത് ഇത്തിരി റിസ്ക്. ഒരു നല്ല കാര്യത്തിന് ഇള്ളുള്ള റിസ്ക് എടുക്കണം. നല്ല ഇല്ലേ സാറേ? എന്നെ കാണുമ്പോ സുന്ദരന് ഇപ്പൊ എന്തൊരു തോന്നണ്? എന്തൊരു തോന്നാ? എന്നെ പോലെ കാക്കിയിട്ട് ഒരു പോലീസുകാരൻ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? സാക്ഷാ രാവണൻ തന്നെ. അതാണ് പറഞ്ഞ, കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടുമ്പോൾ കാണേണ്ടത് കാണേണ്ട സമയത്ത് കാണും. അതല്ലേ സുന്ദര അതിന്റെ ഒരു ശരി. എന്റെ വേളാങ്കണ്ണി അമ്മച്ചി, അതാണ് ശരി. അതാണ്